ഗുഡ് ഈവനിങ്. ടോക്ക് വിത്ത് ദ പോസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ കൂടിയായിട്ടുള്ള ബേസിലിൻ്റെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബേസിൽ ദുബായ് ബേസ്ഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫ്രീലാൻസ് വെബ് ഡിസൈനറാണ്. അദ്ദേഹം നമ്മൾക്ക് ഇന്ന് ഒരു സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഉള്ളതൊരു 1 hour ആണ്. സോ ദ ടോപ്പിക് ഹൗ ടു ഡു ഫ്രീലാൻസിങ് ദ റൈറ്റ് വേ. ഈ ടോപ്പിക്കിലാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഫ്രീലാൻസിങ് ചെയ്യുന്നവരും അതേപോലെ തന്നെ ഫ്രീലാൻസിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ ഇതേപ്പറ്റി പുതിയ കാര്യങ്ങൾ അറിയുന്ന ഒരുപാട് ധാരണ ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഈ സെഷൻ ഉപകരിക്കട്ടെ. നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബേസിൽ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. Sure. I was getting ready. ആൾക്കാരെ കണ്ടപ്പോൾ I got like worried. ഞാൻ കുറച്ച് ടെൻഷനായി പോയി. I need to see my ഇത് ഭയങ്കര ലൈറ്റ് ആണല്ലേ. ജസ്റ്റ് വെയിറ്റ് ഒരു സെക്കൻഡ്. അത് ഭയങ്കര വെട്ടം. Okay, starting. Yes, I'm getting ready. Kelgav. Fine. So how many members are there? 30. And I'm 3 ആൾക്കാരെ കണ്ടപ്പോഴേക്കും I got nervous. ഞാനങ്ങനെ എന്താ പറയാ, ഒരു പബ്ലിക് സ്പീക്കിംഗ് മെയിൻസ്ട്രോന്നൊന്നും പറയാൻ പറ്റത്തില്ല. നൗ ഐ ആം അറ്റ് മൈ വർക്ക് സ്പേസ്. ഞാൻ വർക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്ന സ്പേസിലാണ് നിൽക്കുന്നത്. ആൻഡ് ഐ ഹോപ്പ് അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് യു നോ മീ. ഞാൻ കഴിഞ്ഞ ഡിസംബർ മുതൽ ഇപ്പോൾ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് ഫ്രീലാൻസറായിട്ട്. ഇനിഷ്യലി ഹാരിസൺ കോയിൽ ഒരു ഫ്രീലാൻസ് വെബ് ഡെവലപ്മെന്റ് മെന്റർ ആയിട്ടായിരുന്നു വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്. ബൈ ഫെബ്രുവരി ഐ ചൂസ് ടു ഗോ ഫുൾ ടൈം ഇൻ ഫ്രീലാൻസിങ് ഇൻ ദുബായ്. ആൻഡ് അന്ന് മുതൽ ഫെബ്രുവരി തുടങ്ങിയിട്ട് ഇതുവരെയും ഇപ്പോൾ ഫ്രീലാൻസിങ് ആണ് ചെയ്യുന്നത്. നൗ ഐ ഗോട്ട് like 5-6 clients in Dubai and 1 in Qatar. അത്രയും ക്ലയൻസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇൻ ദ പാസ്റ്റ് ലെറ്റ്സ് സേ ഫെബ്രുവരി മുതൽ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ 4 months 5 ക്ലയൻസിന് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റി. സോ ദാറ്റ്സ് മൈ ഫ്രീലാൻസിങ് കരിയർ ഇൻ ദുബായ്. ഓക്കെ, നിങ്ങൾ എത്ര പേർക്കാണ് ഫ്രീലാൻസിങ് ചെയ്യണമെന്ന് താല്പര്യമുള്ളത്? വി വിൽ ട്രൈ ടു മേക്ക് ഇറ്റ് ഇന്ററാക്റ്റീവ്. ഹലോ, ഇതുണ്ടല്ലോ. അല്ല, മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കാൻ കേട്ടോ. ബേസിൽ ഞാനൊന്ന് ഇടപെട്ടോട്ടെ? ഓക്കെ. ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, ഞാൻ ജാഫർ. നമ്മളിതൊരു ഇന്ററാക്റ്റീവ് സെഷനാണ്. ഇത് നമ്മളൊരു സ്പീക്കർ വന്നിരിക്കുന്നു, അദ്ദേഹം മസിൽ പിടിച്ച് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നു, ആ ഒരു രീതിയിലല്ല. ഇത് നമ്മളുടെ ഗ്രൂപ്പിലുള്ള ഒരു എക്സ്പേർട്സ് ആണ് ഈ ഒരു ടോക്ക് വിത്ത് പ്രോ എന്നുള്ള സെഷൻ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഫ്രണ്ട്സാണ്. നമുക്ക് ഒരു ചോദ്യങ്ങൾ ഉത്തരങ്ങൾ, ഇടയ്ക്ക് കുറച്ച് തമാശകൾ ഒക്കെ ആകാം. ഇതുവരെയുള്ള സെഷൻസ് ഒക്കെ അങ്ങനെ ആയിരുന്നു. സോ ഫീൽ ഫ്രീ. അങ്ങനത്തെ ഒരു ടോപ്പിക്കും കൂടിയാണ്. ബേസിൽ അതിൽ വളരെ എക്സ്പേർട്ടുമാണ്. സോ നമ്മൾ ഈ ഒരു ടൈം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ജാഫ്രിക. സോ ഐ ക്രിയേറ്റഡ്, സോ ഇപ്പോൾ ഇവിടെ വരുന്ന ഹറിയിൽ ഞാനൊരു സ്ലൈഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ ബിലീവ് ലൈക്ക് നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകാം. സോ പറ്റും. സ്ലൈഡ് ജസ്റ്റ് ഫോർ ദ എന്താ പറയുക, സേക്ക് ഓഫ് ഇത് നമ്മളുടെ ആ മോട്ടീവിൽ നിന്ന് പുറത്തു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് സ്ലൈഡ്സ് യൂസ് ചെയ്യാം. സോ ഐ വിൽ ഗോ ത്രൂ ദ സ്ലൈഡ്സ് ഫോർ വൺസ്. ഇതിപ്പോൾ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. ലൈക്ക് ഐ വാസ് നോട്ട് ലൈക്ക് പ്രിപ്പയറിംഗ് ഇറ്റ് ഫോർ ദ ഫസ്റ്റ്, അങ്ങനെ ചെയ്തതല്ല. ഞാനിപ്പോൾ ഐ ഹാഡ് സം പോയിന്റ്സ് ഇൻ മൈ മൈൻഡ്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. സോ ദാറ്റ് വൺ, എവരി വൺ മേ നോ അബൌട്ട് ഗാമ. ഇറ്റ്സ് എൻ ആപ്പ് ഫോർ ക്രിയേറ്റിംഗ് സ്ലൈഡ്സ് ഫ്രം ദ കണ്ടന്റ്സ് വിച്ച് യു ഹാവ് ക്രിയേറ്റഡ്. സോ അത് ഞാനിപ്പോൾ തന്നെ, ബട്ട് കണ്ടന്റ് ഇസ് മൈൻ. ഞാനിങ്ങനെ കണ്ടന്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കണ്ടന്റ് വെച്ചിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ getting started with freelancing, that's the first topic. So freelancing നമുക്ക് എടുക്കുന്നതിന് മുന്നേ ഏറ്റവും ഫസ്റ്റ് വേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി നീഡ് ടു നോ ഏത് ട്രേഡിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സൽ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അതിപ്പോൾ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനി, ഇപ്പോൾ ലെറ്റ്സ് ഒരു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ കണ്ടന്റ് റൈറ്റർ ആയിട്ട് വർക്ക് ചെയ്യുകയായിരിക്കും, വീഡിയോ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വർക്കും ആയിക്കൊള്ളട്ടെ, അതിൻ്റെ അകത്ത് നിങ്ങൾ എക്സൽ ചെയ്യുന്ന സ്പെസിഫിക് സെക്ഷൻസ് കാണും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ഫുള്ളായിട്ട് തന്നെ ഫ്രീലാൻസ് സർവീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണമെന്നില്ല. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയ കാണും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ ആം എ ഡിജിറ്റൽ മാർക്കറ്റർ.
ബട്ട് ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ അബൌട്ട് സോഷ്യൽ മീഡിയ. ആഡ്സിനെ കുറിച്ചിട്ട് എനിക്ക് ധാരണയില്ല, ഗൂഗിൾ ആഡ്സിനെ കുറിച്ചിട്ട്, പെർഫോമൻസ് മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് എനിക്ക് ധാരണയില്ല. കണ്ടന്റ് റൈറ്റിംഗ് ഇസ് എ ഹാർഡസ്റ്റ് തിങ്. ഐ വോണ്ട് ബി ഏബിൾ ടു റൈറ്റ് എ കണ്ടന്റ്. സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റത്തില്ല. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാഫിക് ഡിസൈനേഴ്സ്, ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ട് പൂജിക്കുന്ന ആൾക്കാരാണ് ഗ്രാഫിക് ഡിസൈനേഴ്സ്. ആ പ്രോസസ്സും എനിക്ക് പറ്റാത്ത കാര്യമാണ്. പിന്നെ അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് നിന്ന് സെലക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ് ഡെവലപ്മെന്റ് ആണ്. ബിക്കോസ് ഐ ഓൾവേസ് ഹാഡ് എ പാഷൻ ഫോർ ഡെവലപ്മെന്റ്, ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിനെ കുറിച്ചിട്ടും വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദ മാർക്കറ്റ് അതിനെ കുറിച്ചിട്ടൊക്കെ എപ്പോഴും ഞാൻ അപ്ഡേറ്റഡ് ആയി നിൽക്കാറുണ്ടായിരുന്നു. സോ ഐ ഡിസൈഡ് ടു ഗോ വിത്ത് ലൈക്ക് ടെക്നോളജി അല്ലെങ്കിൽ ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതായിട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെയാണ് ലൈക്ക് വെബ് ഡിസൈൻ ഫ്രീലാൻസർ എന്നുള്ള രീതിയിൽ വർക്ക് ക്ലോസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ ഇൻ എന്താ പറയാ ഒരു ഇൻസ്റ്റന്റ് നടന്ന കാര്യമൊന്നുമല്ല. ഇറ്റ് ടുക്ക് ലൈക്ക് ഓക്കെ ഫസ്റ്റ് ഇയർ മേ ബി ഐ സ്റ്റാർട്ടഡ് ഫ്രീലാൻസിങ് ബാക്ക് ഇൻ ഇന്ത്യ 2015-16 ആ സമയമായപ്പോഴാണ് ഞാൻ ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐ ഹാഡ് എ ജോബ്. ഞാൻ ഹലോ ബ്രാൻഡ് എന്ന് പറഞ്ഞ ഒരു ഏജൻസിയിൽ ജൂനിയർ ഡിജിറ്റൽ മാർക്കറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്തത്. ടു അണ്ടർസ്റ്റാൻഡ് ലൈക്ക് ഹൗ എ കമ്പനി വർക്ക്സ്, അതിന്റെ ഫോർമേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ജൂനിയർ ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് റഫ്ലി സ്പെൻഡ് അറൌണ്ട് 6 to 8 months അറ്റ് ദാറ്റ് കമ്പനി. അതിനുശേഷം പിന്നീടായിരുന്നു ഫ്രീലാൻസിങ്ങിലോട്ട് പോയത്. ബിക്കോസ് എങ്ങനെയാണ് ഈ ഒരു ട്രേഡിന് എനിക്ക് താല്പര്യമുണ്ട്, ബട്ട് ആ ഒരു ട്രേഡ് എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, അതിന് എങ്ങനെയാണ് ആൾക്കാർ ബിസിനസ് ആയിട്ട് റൺ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലൈക്ക് മോസ്റ്റ്ലി അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഐ വർക്ക് ദെയർ ഫോർ ലൈക്ക് 6 to 8 months. ആൻഡ് നമുക്കപ്പോൾ അങ്ങനെയുള്ള പോകുമ്പോഴേക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയിൽ സ്പെസിഫിക്കലി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ലൈക്ക് ബിസിനസിന്റെ ഓണർ കാണും അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജർ ആയിട്ടുള്ള ആൾക്കാർ കാണും. അവര് നമ്മളെയും കൊണ്ടായിരിക്കും ഈ പറയുന്ന മീറ്റിംഗ്സിന് പോകുന്നത്. എന്നിട്ട് നമ്മളെ ഇങ്ങനെ പറയാം, ഓക്കെ ഹീസ് അവർ ഡിജിറ്റൽ മാർക്കറ്റർ, ഹീസ് ടേക്കിംഗ് കെയർ ഓഫ് സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ ഹീസ് ടേക്കിംഗ് കെയർ ഓഫ് ഡെവലപ്മെന്റ് ഡിസൈൻ, അങ്ങനെ പറഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോഴേക്കും ആ ബിസിനസ് പേഴ്സൺ ഉണ്ടല്ലോ, സോ ദാറ്റ് പെർട്ടിക്കുലർ കമ്പനിയുടെ ഓണർ ആയിരിക്കാം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജർ ആയിരിക്കാം, നമ്മളുടെ ഹയർ ലെവൽ പൊസിഷനിലിരിക്കുന്ന അവർ സംസാരിക്കുന്ന കണ്ടുപഠിക്കാനും അവരെ എങ്ങനെയാണ് ബിസിനസ്സിനെ ക്ലോസ് ചെയ്യണമെന്ന് മനസ്സിലാക്കാനായിട്ട് ഉറപ്പായിട്ടും നിങ്ങളിപ്പോൾ ഒരു ഏജൻസി അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ദാറ്റ് ഷുഡ് ബി ദ ഫസ്റ്റ് പാർട്ട്. ഇറ്റ്സ് മോർ ലൈക്ക് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിറങ്ങിയതിന് ശേഷം ഡയറക്റ്റ് നമ്മൾ നേരെ കയറിയിട്ട് ഞാൻ ഫ്രീലാൻസിങ് ചെയ്തേക്കുവാണ് എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് അങ്ങനെ പോണേന് നല്ലത് ട്രൈ ടു ഗെറ്റ് സം മെന്റേഴ്സ് സംഭവം. നീ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ഫീൽഡ് എന്താണെന്നുള്ളത്, ഇപ്പൊ ഏത് ഫീൽഡിൽ പോകുവാണെന്നുണ്ടെങ്കിലും കുറച്ച് മെന്റേഴ്സിന് ഉണ്ടാക്കുക. ആൻഡ് ദി ബെസ്റ്റ് പ്ലേസ് ടു ഗെറ്റ് ദാറ്റ് ഈസ് ഫ്രം എ കമ്പനി. ഒരു പ്രോപ്പറായിട്ട് റൺ ചെയ്യുന്ന ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് റൺ ചെയ്യുന്ന ഒരു കമ്പനിയിൽ നിന്ന് ആയിരിക്കും നമുക്ക് അങ്ങനെ ഒരു മെന്ററിനെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു റോൾ മോഡലിനെയോ കിട്ടുക. അതൊന്ന് മനസ്സിലാക്കുക. ആ പറയുന്ന പ്രോസസ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ യു ആർ റെഡി ടു ഗോ ഫോർ ഫ്രീലാൻസിങ്. ദാറ്റ്സ് മൈ ലൈക്ക് എൻ്റെ ഗട്ട് ഫീലിംഗിൽ പറയുന്ന ഫസ്റ്റ് തിങ് അങ്ങനെയാണ്. ലൈക്ക് അങ്ങനെ വേണമെന്ന്. ആൻഡ് ഇവിടെ കുറെ ആൾക്കാർ ഫ്രീലാൻസേഴ്സ് ഉണ്ടാവും, കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഫ്രീലാൻസറാണ് ഫുൾ ടൈം ഓൾറെഡി 10 പേരുടെ ഹാപ്പിയാണ്, കോവർക്ക് സ്പേസിലാണ് വർക്ക് ചെയ്യുന്നത്. സോ യാസിൻ എവിടെ നിന്നാണ്? നാട്ടിലാണോ അതോ ഇവിടെയാണോ, ദുബായിലാണോ? മലപ്പുറത്താണ്. ഓക്കെ, കോവർക്കിംഗ് സ്പേസ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ടിങ്കർ സ്പേസ് എന്ന് പറഞ്ഞിട്ടൊക്കെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ കുറെ ഉണ്ടല്ലോ കോവർക്കിംഗ് സ്പേസസ് അല്ല, ഈ ഹാക്കത്തോൺസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന കുറെ അധികം സ്പേസ് ഉണ്ട്. ഞാൻ കൊച്ചിയിൽ ടിങ്കർ ഹബ് എന്ന് പറഞ്ഞൊരു സ്പേസ് ഉണ്ട്. അവിടെ പോയിരുന്നായിരുന്നു, ഞാൻ കൊച്ചിയിലായിരുന്നപ്പോഴേക്കും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ അവിടെ ഹാക്കത്തോൺസിനൊക്കെ പറ്റിയ ഗവൺമെന്റ് സപ്പോർട്ടഡ് ആയിട്ടുള്ള കുറെ അധികം സ്പേസസ് ഉണ്ട്. അവിടെയൊക്കെ പോയി വർക്ക് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആക്കി യു ഡോണ്ട് ഹാവ് ടു പേ എനിത്തിങ്. ഇറ്റ്സ് മോർ ലൈക്ക് അവരൊരു NGO ബേസ്ഡ് കമ്പനി ആയിരിക്കും. ആൻഡ് ദേ വിൽ അലോ യു ടു വർക്ക് ഫ്രം ദെയർ. അവര് പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യണം, യു ഷുഡ് ബി ആൻ ഹാക്കർ അല്ലെങ്കിൽ ഒരു ഹസ്ലർ ആയിട്ടുള്ളവർക്കാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ബട്ട് ഐ നെവർ മെയ്ഡ് എനി പ്രോഡക്റ്റ്. ലൈക്ക് ഐ ഹാഡ് മെയ്ഡ് സം പ്രോഡക്ട്സ്, ബട്ട് ഞാൻ ഈ പറയുന്ന ടിങ്കർ ഹബോ അങ്ങനെയുള്ള കോവർക്കിംഗ് സ്പേസിൽ, ഫ്രീ കോവർക്കിംഗ് സ്പേസിൽ പോയപ്പോഴേക്കും ഐ ഹാവിൻ ക്രിയേറ്റഡ് എനിത്തിങ്. ഓൺലി തിങ് വാസ് ലൈക്ക് ഞാൻ ഏതെങ്കിലും ഇത് കമ്പനിയുടെ വർക്ക് ചെയ്യായിരിക്കും, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ലൈക്ക് അവിടെ പോയി ഇരിക്കാറുണ്ട്. അങ്ങനെയുള്ള കുറെ അധികം ഫ്രീ ബീസ് നമുക്ക് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഇൻ ദുബായ്, ഇൻ ഹിയർ ഐ ആം അറ്റ് എ പ്ലേസ് കോൾഡ് 25 hours by One Central. ഇതൊരു 5-star ഹോട്ടലാണ്. ആൻഡ് എനിക്ക് ഇവിടെ ഒരു മാസം വന്ന് നിൽക്കാനായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മുടക്കേണ്ടി വരുന്നത് 60 dirhams മാത്രം. ഒരു മാസം 60 dirhams മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ക്യാൻ കം ആൻഡ് സിറ്റ് ഹിയർ ആൻഡ് ഡു മൈ വർക്ക്. ആൻഡ് ഇപ്പൊ എനിക്ക് ഏതെങ്കിലും ഒരു ക്ലയന്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഈസിലി കോൺടാക്ട് ദം. അവരോട് പറയാം ഐ ആം വർക്കിംഗ് ഫ്രം ഹിയർ, യു ക്യാൻ കം ഹിയർ ആൻഡ് വിസിറ്റ് മീ. അതൊരു അവർക്കൊരു പോസിറ്റീവ്
സാധനമാണ് അവർക്ക് കിട്ടുന്നത്. ലൈക്ക് നമ്മൾ ഇങ്ങനെ ഒരു സ്പേസിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്യുവാണെന്ന് പറയുമ്പോഴേക്കും അതൊരു പോസിറ്റീവ് വൈബാണ് കിട്ടുന്നത്. ഇപ്പോൾ ദർ വാസ് ലൈക്ക് ഇപ്പോൾ ദുബായിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബിഹൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ബൂച്ച്മാനിൽ. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേൾഡ് ട്രേഡ് സെന്ററിൽ വരുന്നതാണ്. വേൾഡ് ട്രേഡ് സെന്ററിന് അടുത്ത് തന്നെയുള്ള 25 hours ഹോട്ടലാണ്. നൊമാഡ് കഫേ എന്നാണ് ഇതിന് പറയുന്നത്. വി ആർ ഓൾ നൊമാഡ്സ് ഹിയർ എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് മോർ ലൈക്ക് കൈൻഡ് ഓഫ് മൈ വൈബ് ഇൻ ദിസ് പ്ലേസ്. അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ ദുബായ് എയർപോർട്ട് ഫ്രീ സോണിലാണ് താമസിക്കുന്നത്. അതായത് ഗ്രീൻ ലൈനാണ്, കുറേ ദൂരമുണ്ട്. കൈറൂട്ടിലുള്ളവർക്ക് വേണ്ടി പറയാം, ഇവിടെ നല്ല ദൂരമാണ്. ഏറ്റവും കുറഞ്ഞ ഒരു 8 അല്ലെങ്കിൽ 9 മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞ് മാത്രമേ ഇവിടെ വരാൻ പറ്റത്തുള്ളൂ. സ്റ്റിൽ എവറി ഡേ ഐ ട്രാവൽ ഫ്രം ഹോം ടു ഹിയർ. ആൻഡ് രാവിലെ ഇവിടെ വരും അറൗണ്ട് ഒരു 9-9:30 ഒക്കെ ആകുമ്പോൾ ഇവിടെ വന്നിട്ട് പിന്നെ പോകുന്നത് രാത്രി റഫ്ലി അറൗണ്ട് 11 o'clock വരെ മെട്രോ ഉണ്ട്. അപ്പോൾ 10 മണിയാകുമ്പോഴേ ഇവിടെ ഓഫീസിൽ ഞാൻ ഇറങ്ങത്തുള്ളൂ. അതുവരെ ഇവിടെ തന്നെ നിൽക്കും. ഫുഡ് ഉച്ചയാകുമ്പോഴേക്കും നൂണിലോ എന്തെങ്കിലും ഓർഡർ ചെയ്യും. അതേസമയം അല്ല മെസ്സ് ഉണ്ട് എന്നാണെങ്കിൽ നേരെ മെസ്സ് എടുത്തോണ്ട് വരും. ഇവിടെ അകത്തിരുന്ന് കഴിക്കാൻ പറ്റത്തില്ല. നേരെ പുറത്ത് പോയിട്ട് പുറത്തിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരും. സോ അങ്ങനെയാണ് പ്രോസസ് പോകുന്നത്. സോ വി ആർ ഗോയിങ് ഔട്ട് ഓഫ് ടോപ്പിക്. നമ്മുടെ ടോപ്പിക്കിന്റെ അകത്തോട്ട് തിരിച്ചു വരാം. ദാറ്റ്സ് ബെറ്റർ. നിങ്ങളൊന്ന് ഇത് ചെയ്യണം കേട്ടോ, ഇൻഫോം ചെയ്യണം കേട്ടോ. ഇപ്പൊ ഞാൻ സംസാരിച്ചു തുടങ്ങിയ ഇറ്റ് ഫീൽസ് ലൈക്ക് ഐ എം ലിറ്റിൽ ടോക്കറ്റീവ്. ഇങ്ങനെ പറയുന്ന ആ ഒരു ഫ്ലോയിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. വി മേ ഗോ ഫ്രം വൺ ടോപ്പിക് ടു അതർ അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ പറയാം. സോ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഫ്രീലാൻസിങ് കരിയർ ഇപ്പോൾ ആര് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് നിങ്ങളുടെ സ്കിൽ എന്താണെന്നുള്ള മനസ്സിലാക്കണം. സ്കില്ലിൽ ഏതിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പാഷനേറ്റ് ആയിരിക്കുന്നത്. ചിലപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഐ സെഡ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്മെന്റ്, ഓട്ടോമേഷൻ, AI ആ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നത്. അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണെങ്കിലും സിസ്റ്റംസ് ആണെങ്കിലും ഡെവലപ്പ് ചെയ്യുന്നതിലാണ് എന്നെ എക്സൈറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ കണ്ടിന്യൂസ്ലി രാത്രി മുഴുവൻ ഉറങ്ങാണ്ടിരുന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയ എറർ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കും. അങ്ങനെ നമ്മളെ പാഷനേറ്റ് ആക്കുന്ന ഏതാണെന്നുള്ളത് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എന്ന് പറയുന്നത്. അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ഹോൾഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതാണ്. അതായത് നമുക്ക് സെല്ലബിൾ ആയിട്ടുള്ള സ്കിൽ ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഡിജിറ്റൽ വേൾഡിലാകുമ്പോഴേക്കും സിൻസ് ഐ മീൻ ദ ഡിജിറ്റൽ വേൾഡ് ലൈക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേൾഡിലായതുകൊണ്ട് ഐ ക്യാൻ സേ ലൈക്ക് ഓക്കെ കണ്ടന്റ് മാർക്കറ്റിംഗ്, കണ്ടന്റ് റൈറ്റർ ദാറ്റ്സ് എ സ്കിൽ, കണ്ടന്റ് റൈറ്റിംഗ് ഇസ് എ സ്കിൽ, ഗ്രാഫിക് ഡിസൈനിങ് ഇസ് എ സ്കിൽ. ഐ എം നോട്ട് സേ സോ ക്യാൻവ വെച്ചിട്ട് ഡിസൈൻ ചെയ്യുന്നതാണെങ്കിലും ദാറ്റ്സ് എ സ്കിൽ. ബിക്കോസ് നമ്മളുടെ ആ ഒരു എന്താ പറയാ, നമ്മുടെ ആ ഒരു തോട്ട് പ്രോസസ് അതിൽ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഒരു ഫൈനൽ ഔട്ട് കിട്ടത്തുള്ളൂ. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമായിരിക്കുമല്ലോ നമ്മൾ കൊണ്ടുവന്ന് വെക്കുന്നത്. സോ ക്യാൻവയിൽ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് എ സ്കിൽ. ദെൻ പിന്നെ പറയുകയാണെങ്കിൽ എന്താ പറയുക, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, അതിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യുന്നത്, പെയ്ഡ് ആഡ്സിന് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് മീൻസ് ചെറിയ കോപ്പീസ്, പെയ്ഡ് ആഡിന് വേണ്ടിയിട്ടുള്ള കോപ്പീസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ദാറ്റ്സ് എ സ്കിൽ. അല്ല എന്നാണെങ്കിൽ പെയ്ഡ് ആഡ്സ് റൺ ചെയ്യുന്നത്, അത് ഗൂഗിളിലായിക്കോട്ടെ, ലിങ്ക്ഡിൻ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലായിക്കോട്ടെ, അല്ലെങ്കിൽ ക്വോറ, റെഡിറ്റ് അതുപോലെയുള്ള ഫോറംസിലായിക്കോട്ടെ അവിടേക്ക് ആഡ്സ് റൺ ചെയ്യുന്നതും യൂസേഴ്സിനെ മനസ്സിലാക്കാനായിട്ടുള്ള സ്കിൽ ഉണ്ടെന്നാണെങ്കിൽ ദാറ്റ്സ് അങ്ങനെ. പിന്നെ വേറെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ് ഡെവലപ്മെന്റ് വരുന്നുണ്ട്. വെബ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടൂൾ, ലെറ്റ് ഇറ്റ് ബി വെബ് ഫ്ലോ ആയിക്കോട്ടെ, ലവബിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിൽ റിയാക്ട് അതുപോലെയുള്ള ഫ്രണ്ട് ആൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചായിക്കോട്ടെ, വേർഡ്പ്രസ് ആയിക്കോട്ടെ. സോ അങ്ങനെയുള്ള എവിടെയാണ് നമുക്ക് ഒരു ഹോൾ നൈറ്റ് വിത്തൗട്ട് മടിയൊന്നും കൂടാണ്ട് ഇരുന്ന് പണിയെടുക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് യുവർ സ്കിൽ, ദാറ്റ്സ് യുവർ സ്ട്രോങ് പോയിന്റ്. ആ സ്ട്രോങ് പോയിന്റ് ഏറ്റവും ആദ്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതിനെ ആ സ്കില്ലിനെ എങ്ങനെ സെല്ല് ചെയ്യാമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സോ ഫസ്റ്റ് തിങ് ഈസ് മോർ ലൈക്ക് അങ്ങനെ ഒരു സ്കില്ല് നമ്മൾ സെലക്ട് ചെയ്തെന്ന് കരുതുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗ്രാഫിക് ഡിസൈനിങ്. അപ്പോൾ നമ്മൾ ആ സ്കില്ലിനെ നമ്മൾ എങ്ങനെയാണ് സെല്ല് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സാപ്പ് ഗ്രൂപ്പ്, ഫോറംസിലൊക്കെ നമ്മൾ പോയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ ഏറ്റവും മെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ക്വോറയിലോട്ട് പോവുക, അല്ലെങ്കിൽ റെഡിറ്റിലോട്ട് പോവുക. ദീസ് ആർ ഗോൾഡ് മൈൻഡ്സ് ടു ഫൈൻഡ്. ലൈക്ക് എന്തിനെ കുറിച്ചിട്ട്, എന്ത് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണെങ്കിലും മനസ്സിലാക്കാനും മാർക്കറ്റിനെ സ്റ്റഡി ചെയ്യാനും ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് ഗൂഗിളിലുള്ള സെർച്ച് അല്ല. ക്വോറ, റെഡിറ്റ് അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിൽ പോയി സെർച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ പറയുന്ന സ്പെസിഫിക് പ്രോബ്ലം ഉള്ള യൂസേഴ്സ് ഉണ്ടോ, അങ്ങനെ ഒരു പ്രോബ്ലം മാർക്കറ്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് അങ്ങനെയുള്ള പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്ന കുറേയധികം കമ്പനീസും ഇൻഡിവിജ്വൽസും മാർക്കറ്റിൽ കാണും. അവരാരാണെന്നും അവർ എന്ത് ടൈപ്പ് ഓഫ് കണ്ടന്റ്, അല്ലെങ്കിൽ അവര് എന്ത് ടൈപ്പ് ഓഫ് കണ്ടന്റ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നതെന്നും പിന്നെ അവരുടെ പ്രൈസിങ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഐഡിയാസ് ക്രിയേറ്റ് ചെയ്തിട്ട് ലൈക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം യു ക്യാൻ സ്റ്റാർട്ട് പിച്ച് യുവർസെൽഫ്. അത് ഇനിയിപ്പോൾ വൺസ് അപ്പോൾ നമ്മളുടെ ഐഡിയ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് തിങ് ഈസ് മോർ ലൈക്ക് യു നീഡ് ടു ടെൽ എവറി വൺ ദാറ്റ് എന്താ പറയാ, ഓക്കെ ഐ ആം എഫിഷ്യന്റ് ഇൻ ദിസ് പെർട്ടിക്കുലർ പ്രോഗ്രാം. ഈ പറയുന്ന ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര എഫിഷ്യന്റ് ആണ്, എനിക്ക് അടിപൊളിയായിട്ട് ഇത് ചെയ്യാൻ അറിയാം എന്ന് പറയണം. ലൈക്ക് എന്ന് പറയണം
എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വഴി പോയിട്ട് 10 ആൾക്കാരോട് കാണുന്നവരോട് എല്ലാവരോടും പറയാം, ഓക്കെ ഞാനൊരു കണ്ടന്റ് റൈറ്റർ ആണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് കാര്യം എന്ന് പോലും മനസ്സിലാവത്തില്ല. അപ്പൊ അതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റിയ എന്താണെന്നറിയാവോ, വൺസ് യു ഫൈൻഡ് യുവർ സ്കിൽ, ആ സ്കില്ലിന് അറൗണ്ട് ആയിട്ട് ഒരു പ്രോജക്റ്റ് ബിൽഡ് ചെയ്യുക, ഒരു സ്മോൾ പ്രോജക്റ്റ് ബിൽഡ് ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അധികം ക്യാഷ് സ്പെൻഡ് ചെയ്യാണ്ട് ഒരു ഈ പറയുന്ന പെർട്ടിക്കുലർ സ്കില്ലിന്റെ പുറത്ത് ഒരു പ്രോജക്റ്റ് അങ്ങോട്ട് ബിൽഡ് ചെയ്യുക. ഐ സ്റ്റാർട്ടഡ് വൺ പ്രോജക്റ്റ്. ഞാൻ പറഞ്ഞു 2015 ഒക്കെ ആയപ്പോഴായിരുന്നു ഞാൻ ഇതിലോട്ട് കയറിയത്, ലൈക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിലോട്ട് കയറി. അതിന് മുന്നേ ഞാൻ മെർച്ചന്റ് നേവി ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. കപ്പലിൽ ഒരു 2.5 years അടുത്ത് കപ്പലിൽ വർക്ക് ചെയ്തതിനു ശേഷം അത് ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അന്ന് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിലോട്ട് കയറിയപ്പോഴേക്കും ഐ ക്രിയേറ്റഡ് എ പേജ് കോൾഡ് മാർക്കറ്റിംഗ് ഫാക്ട്സ്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് അതിൽ തുടങ്ങിയിട്ടായിരുന്നു. മാർക്കറ്റിംഗ് ഫാക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഡെയിലി ബാക്ക് ഇൻ 2015 ഡെയിലി ഐ യൂസ് ടു പബ്ലിഷ് സം ഫാക്ട്സ് റിലേറ്റഡ് ടു മാർക്കറ്റിംഗ്. അങ്ങനെ എന്താ പറയാ, അങ്ങനെ ലൈക്ക് ഫാക്ട്സ് പബ്ലിഷ് ചെയ്തിരുന്നപ്പോഴേക്കും പീപ്പിൾ സ്റ്റാർട്ടഡ് നോട്ടീസിങ് മൈ പേജ്. അതിനുശേഷമാണ് എനിക്ക് സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് ഒരു 2017 ഒക്കെ ആയപ്പോഴേക്കുമാണ് എനിക്കൊരു ഫസ്റ്റ് വർക്ക്. 2015 മുതൽ ഫ്രീലാൻസർ എന്ന് പറയുമായിരുന്നെങ്കിലും 5 പൈസ ഉണ്ടാക്കിയിട്ടില്ല. 2015 till 17 വരെ ഞാൻ ഇതുപോലെ എന്തെങ്കിലും, എനിക്ക് അത്ര വലിയ പ്രായമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇറ്റ്സ് മോർ ലൈക്ക് ഓക്കെ വീട്ടുകാരെന്തായാലും ചിലവൊക്കെ നോക്കുന്നുണ്ട്, ഇതെന്റെ സൈഡ് ഹസിൽ എന്നുള്ള രീതി, സൈഡ് ഹസിൽ എന്നൊന്നും പറയത്തില്ല, ടൈം പാസ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുക. അങ്ങനെയായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആൻഡ് അന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ഒക്കെ പൊങ്ങി വരുക. സ്ക്രീം എന്നൊക്കെ പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു, SKREEM. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇൻഫ്ലുവൻസർ ആവണമെന്നൊന്നുമില്ല. ഇൻഫ്ലുവൻസർ ആവാതെ തന്നെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഇതിൻ്റെ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ ബ്രാൻഡിന്റെ ഗിഗ്സ് വരും. ആ ഗിഗ് നമ്മളെടുത്തിട്ട് പോസ്റ്റ് ചെയ്യണം സോഷ്യൽ മീഡിയയിൽ എന്ന് പറയുമ്പോഴേക്കും ഫേസ്ബുക്കിൽ ഒരു 1000 മുകളിൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാം. ഇൻസ്റ്റയിൽ വെച്ച ഒരു 300 അല്ലെങ്കിൽ 400+ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഗിഗ്സ് ഞാൻ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ ഏറ്റവും ഫസ്റ്റ് ഇൻകം കിട്ടുന്നത് 2000. സ്ക്രീൻ ഷെയർ ആക്കാം. ഞാനിപ്പോൾ ഇത് പറഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോകുമ്പോഴേക്കും സ്ക്രീൻ ഷെയർ ആക്കാൻ നേരിയല്ല, ബിക്കോസ് ഐ വാണ്ട് ടു സീ മൈ ഫേസ്. ഞാൻ ഭയങ്കര നെർവസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരെങ്കിലും ഒന്ന് സംസാരിക്കാവോ പ്ലീസ്? ഇത് ബോർഡായിട്ട് തോന്നുന്നുണ്ടോ? ഭയങ്കര രസമാണ്, ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് കേട്ടോണ്ടിരിക്കും. അതാണ് ആരും മിണ്ടാത്തത് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതാകത്തത്. പിന്നെ വേറെ ഒന്ന്, നോർമലി നമ്മുടെ ഒരു സൂം മീറ്റ് ആണ് നമ്മള് നോർമൽ പ്ലാറ്റ്ഫോം ആയിട്ട് യൂസ് ചെയ്യാറ്. ഇപ്പോ ഇന്ന് അതൊരു എന്തോ ടെക്നിക്കൽ എറർ കൊണ്ട് അത് ആക്റ്റീവ് ആയി ഉണ്ടായിരുന്നില്ല. അപ്പോ നമ്മളെ ഗൂഗിൾ മീറ്റ് ഒരു ടൈം റെസ്ട്രിക്ഷൻ അതിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് മെയിൻ സംഭവങ്ങളൊന്ന് പറഞ്ഞു തീർത്തിട്ട് നമുക്ക് നമ്മുടെ പാർട്ടിസിപ്പൻസിന് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇന്ററാക്റ്റീവ് ഇതിലേക്ക് നീങ്ങാം. അപ്പൊ ബേസിൽ പറഞ്ഞു അതിന്റെ മെയിൻ പോയിന്റ്സ് പറഞ്ഞ് ഇതായിക്കോളൂ, എന്നിട്ട് അതിനുശേഷം ടൈം കൊടുക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ ദെൻ അപ്പോൾ ഞാൻ ഇവിടെ ആയിരുന്നു, സ്ക്രീമിലേക്കായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഈ പറയുന്ന പ്ലാറ്റ്ഫോംസിലൊക്കെ പബ്ലിഷ് ചെയ്തതിന് ശേഷം 14 days എന്തോ കീപ്പ് ചെയ്യണമെന്നുണ്ട്. 14 days കീപ്പ് ചെയ്യുവാണെങ്കിൽ ആ പ്ലാറ്റ്ഫോമിൽ കൂടെ നമുക്കൊരു എമൗണ്ട് കിട്ടും. ആൻഡ് മൈ ഫസ്റ്റ് എവർ ഇൻകം വിച്ച് ഐ മെയ്ഡ് വാസ് 500 rupees. ഞാൻ അത് വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ കിട്ടിയ ടൈമിൽ അത് വെച്ചിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഐ മെയ്ഡ് മൈ ഫസ്റ്റ് എവർ ഓൺലൈൻ ഇൻകം എന്നൊക്കെ പറഞ്ഞിട്ട്. ലൈക്ക് അതൊക്കെ ഭയങ്കര ഫാന്റാസ്റ്റിക്. 500 രൂപ ഉള്ളെങ്കിലും ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര വലിയ സംഭവമായിട്ടാണ് തോന്നിയത്. കാരണം ഐ ആം മേക്കിംഗ് സം മണി ഓൺ മൈ ഓൺ, വേറെ ആരും ചെയ്യാത്തൊരു ഇതിൽ നിന്ന് ഒരു 500 അല്ലെങ്കിൽ 100 രൂപ അല്ലെങ്കിൽ 500 രൂപ ഉണ്ടാക്കാന്ന് പറയുന്നത് ആ കിട്ടുമ്പോഴുള്ള ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടല്ലോ, ദാറ്റ്സ് ഓൺ എ ഡിഫറെന്റ് ലെവൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ സ്കിൽ ഏതാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ആ പറയുന്ന സ്കില്ല് റിലേറ്റഡ് ആയിട്ട് ആൾക്കാർക്ക് പ്രോബ്ലംസ് ഉണ്ടോ, ഈ പറയുന്ന സ്കില്ല് എനിക്ക് സെല്ല് ചെയ്യാനായിട്ട് പറ്റുമോ, ഇസ് ഇറ്റ് സെല്ലബിൾ ഓർ നോട്ട്, അത് ആദ്യം മനസ്സിലാക്കാം. സെല്ലബിൾ ആണെങ്കിൽ അതിന്റെ ആവറേജ് പ്രൈസിങ് എത്രയാണ്, ആവറേജ് പ്രൈസിങ് മാർക്കറ്റിൽ എന്താണ് ആൾക്കാർ വാങ്ങുന്നതെന്നുള്ള മനസ്സിലാക്കിയതിന് ശേഷം നമ്മളുടെ സർവീസിനെ ബിൽഡ് ചെയ്യുക. നെക്സ്റ്റ് ഒരു സെക്കൻഡ്, ഞാൻ നെക്സ്റ്റ് ഇതെടുക്കാം. എൻ്റെ സ്ക്രീൻ ഓക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെ ലൈക്ക് മാർക്കറ്റിലെ പ്രൈസിങ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം സോ നെക്സ്റ്റ് തിങ് വാസ് മോർ ലൈക്ക് ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരു പ്രോഡക്റ്റ് അതിന് അറൗണ്ട് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈഡ് ഹസിൽ എന്നുള്ള പോലെ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ട്രൈ ടു ഗെറ്റ് സം മണി ഫ്രം ദെയർ ബിഫോർ ഇവൻ സ്റ്റാർട്ട് ഗോയിങ് ടു ലൈക്ക് വേറെ ഒരാളോട് നമ്മൾ പോയിട്ട് സംസാരിച്ച് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻകം ജനറേറ്റ് ചെയ്തെടുക്കാൻ നോക്കാം. ഇന്നത്തെ ടൈമിനാണെന്നുണ്ടെങ്കിൽ there are plethora of platforms, like കുറേയധികം പ്ലാറ്റ്ഫോംസ് ഉണ്ട് വേർ വി ക്യാൻ ഏൺ മണി
ഞാൻ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ മെക്കാനിക്കൽ ടോക്ക് എന്നൊക്കെ പറഞ്ഞ ആമസോണിന്റെ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് നമുക്ക് ക്യാഷ് കിട്ടുന്നത്, അത് പെന്നീസ് ആണ് കിട്ടുന്നത്. അത് സർവേ കംപ്ലീറ്റ് ചെയ്യുന്നതിന് കിട്ടുന്നത് ഭയങ്കര പെന്നീസ് ആയിട്ടാണ് കിട്ടുന്നത്. സോ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതുപോലെയൊന്നുമല്ല. ഇന്ന് നമുക്ക് കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ എന്താ പറയാ, വഴിയെ പോകുന്ന എല്ലാ ഇൻസ്റ്റാഗ്രാമുകാരും എല്ലാ യൂട്യൂബേഴ്സും സോ കോൾഡ് ഗുരൂസ് ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, യു ക്യാൻ മേക്ക് മണി ഓൺലൈൻ ഈസിലി. ഒരു പരിധി വരെ അത് ശരിയാണ്. അവരുടെ കോഴ്സ് സെല്ല് ചെയ്യുകയല്ല എന്നാണെങ്കിൽ ഒരു പരിധി വരെ അത് ശരിയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ പിന്നെ ഡ്രോപ്പ് ഷിപ്പിംഗ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം, സ്റ്റോക്ക് മാർക്കറ്റ് അതിനെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇതെല്ലാം ഓരോ മണി മേക്കിംഗ് വേസ് ആണ് വിച്ച് വാസ് നോട്ട് അവൈലബിൾ ബിഫോർ. അപ്പൊ അതുപോലെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിന് ഇപ്പൊ നമ്മുടെ സ്കില്ല് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്തിട്ട് അതിന് അറൗണ്ട് ആയിട്ട് ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു ലൈക്ക് ഇറ്റ് ക്യാൻ ബി എ ബ്ലോഗ്, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ യൂട്യൂബ് ചാനൽ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പേജോ അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് ഫസ്റ്റ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡു. ഓക്കെ, വൺസ് അത് എന്താ പറയാ, അതൊന്ന് പ്രോപ്പറായിട്ട് ലൈക്ക് അങ്ങനെ ഒരു പ്രൊജക്റ്റിനെ നമുക്ക് അതിന്റെ അറൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യേണ്ടത് ട്രാഫിക് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽസ് ക്രിയേറ്റ് ചെയ്തെടുത്ത് തുടങ്ങിയാൽ മാത്രം മതി. ഫോർ എക്സാമ്പിൾ അതിന് എന്തുകൊണ്ടും ബെറ്റർ, നൗ ഡേയ്സ് എന്തുകൊണ്ടും ബെറ്റർ ലിങ്ക്ഡിനിൽ ആക്റ്റീവ് ആവുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീല് പബ്ലിഷ് ചെയ്യുക, അങ്ങനെ ആക്റ്റീവ് ആവുക. അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ഏതെങ്കിലും ഒരു നിശ്ചയ വെച്ചിട്ട് ഇപ്പൊ നമ്മൾ ഇൻസ്റ്റയൊക്കെ തുറന്നു നോക്കി കഴിഞ്ഞാൽ ട്രാവൽ അറൗണ്ട് വേൾഡ്, ലൈക്ക് ഇങ്ങനെ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ്, ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസർ, ഫുഡി ഇൻഫ്ലുവൻസേഴ്സ്, ഇവരെല്ലാവരും ചെയ്തത് എന്തുവാണ്, തുടക്കത്തിൽ ദേ സ്റ്റാർട്ടഡ് സംതിങ് ആൻഡ് അതിന്റെ അറൗണ്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി എന്നുള്ളത് മാത്രമാണ് അവർ ചെയ്തത്. അങ്ങനെ ഏതെങ്കിലും ഒരു ഏരിയയിൽ പ്രസൻസ് കൊണ്ടുവരാനായിട്ട് നോക്കുക. അങ്ങനെ വരുമ്പോഴേക്കും ആൾക്കാർ നോട്ടീസ് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് ചോദിക്കണേ മുന്നേ തന്നെ ഇങ്ങനെ എനിക്കൊരു ഡിസൈൻ വർക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം നോക്കുക, എനിക്കൊരു ഡിസൈൻ വർക്ക് ഉണ്ട്, ഇങ്ങോട്ടും വരുമോ, എനിക്കൊരു വർക്ക് തരുമോ എന്നുള്ള രീതിയിൽ, ലൈക്ക് എനിക്ക് വേണ്ടിയിട്ട് ഒരു വർക്ക് ചെയ്യുമോ എന്നുള്ള രീതിയിൽ ആൾക്കാരെ നമ്മൾ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യും. അതിനൊരു എക്സാമ്പിൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ റീസെന്റ് ഞാനിപ്പോൾ ദുബായിൽ വന്നിട്ട് ഞാൻ അങ്ങനെ ഒരു സൈഡ് ഹസിൽ എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തത്, വിസിറ്റ് മൈ അക്കൗണ്ട് ഇതൊന്നും നോക്കണ്ട കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴായിട്ട് തുടങ്ങിയ പ്രോജക്ട്സ് ആണ് ഇതെല്ലാം. കുറെ തുടങ്ങി എല്ലാം പകുതിയാകും, വിട്ട് കളയും, പിന്നെയും വേറെ എന്തെങ്കിലും തുടങ്ങും. സോ അതുപോലെ ഒരു 10 അല്ലെങ്കിൽ 15 ഡിഫറെന്റ് പേജസും അതുപോലെ വെബ്സൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബിക്കോസ് ദിസ് പെർട്ടിക്കുലർ തിങ് എന്താ പറയാ, ഈ ഒരു ഫ്രീലാൻസിങ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ജനറേറ്റ് ചെയ്യുക, അങ്ങനെ അറിയപ്പെടുക എന്നുള്ളത് ദാറ്റ് വാസ് എ ത്രിൽ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു, ഒരു അഡ്രിനാലിൻ റഷ് ക്രിയേറ്റ് ആകുമായിരുന്നു. സോ അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഓടിക്കൊണ്ടിരുന്നത് മാക്സിമം. സോ ഞാൻ ഇവിടെ വന്നതിന് ശേഷം തുടങ്ങിയ പ്ലാറ്റ്ഫോമാണ് ഐ ലവ് ദുബായ്. ഓൾ ഓഫ് യു മേ ഹാവ് സീൻ ദിസ് വെബ്സൈറ്റ്. ആൻഡ് നമ്മുടെ ലിങ്ക്ഡിൻ യുഐയിൽ ഇപ്പോൾ മേശ്വിനൊക്കെ ഗ്രൂപ്പിലുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. ആൻഡ് ഞാൻ ഇതിൻ്റെ അകത്ത് ആപ്പാടെ 3 പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ, 32 ഫോളോവേഴ്സേ ഉള്ളൂ, എല്ലാവരും പരിചയക്കാരാണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് എനിക്കൊരു മെസ്സേജ് വന്നു. ഇതിൻ്റെ അകത്ത് മെസ്സേജ് കാണാൻ പറ്റും. യെസ്, മെസ്സേജ്. രാമിൻ ജഹേഷ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു. പുള്ളി ഈ മെസ്സേജ് അയക്കുന്നത് 18th May ആണ്. ഞങ്ങൾ ഈ പേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് പേജ് സ്റ്റാർട്ട് ചെയ്തത് മാർച്ച് ഫസ്റ്റ് വീക്ക് ആയിരുന്നു തോന്നുന്നു. വെബ്സൈറ്റ് ഫൈനലൈസ് ചെയ്ത് വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തതും പേജ് സ്റ്റാർട്ട് ചെയ്തതൊക്കെ മാർച്ച് ഫസ്റ്റ് വീക്കിനാണ്. അതിപ്പോൾ പ്രൊഫൈലിൽ നോക്കി അറിയാൻ പറ്റുമല്ലോ. ഇതെന്നായിരുന്നു പോസ്റ്റ് ചെയ്തത്. ദിസ് വാസ് പോസ്റ്റഡ് 16 weeks ബാക്ക്, അതായത് സം ഡേറ്റ് 14th February സ്റ്റാർട്ട് ചെയ്തത്. മാർച്ച് ഫസ്റ്റ് വീക്കിനാണ് വെബ്സൈറ്റ് ഫുൾ ആയിട്ട് ഫൈനലൈസ് ചെയ്തത്. ബട്ട് ഐ ലവ് ദുബായ്, വി ആർ ഷോക്കേസിങ് അവർ ലവ് ഫോർ ദുബായ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡേറ്റ് കണ്ടിട്ട് അന്ന് എടുവിടെ എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ഉണ്ടാക്കി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു February 14th. ആൻഡ് ഓൺ May 18th ഐ ഹാവൻ ഡൺ എനി ആക്ടിവിറ്റീസ് ഓൺ ദിസ് പെർട്ടിക്കുലർ എന്താ പറയുക ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ബാക്കി ഉള്ള വെച്ചോക്കും, കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ സാധനമില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോ പോയ 2 കണ്ടന്റ് എടുത്ത് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബട്ട് ഐ ഗോട്ട് എ മെസ്സേജ് ഫ്രം ദിസ് ഗായ്. He was asking, okay, hello, we would like to make website plus please contact me. ഞാൻ ഹായ് എന്ന് പറഞ്ഞപ്പോഴേക്കും പുള്ളി എനിക്ക് അയച്ച മെസ്സേജാണ്, SEO ഒപ്റ്റിമൈസ്ഡ് ഇ-കൊമേഴ്സ് പോർട്ടൽ വേണം, പുള്ളിക്ക് മൊബൈൽ റെസ്പോൺസ് ആയിരിക്കണം, SEO ടൂൾസ് യോസ്റ്റ് ഒക്കെ യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് ഇത്രയും കാര്യം അറിയാം, നിങ്ങൾ എന്തിനാണ് എന്നെ കൊണ്ട് ബിൽഡ് ചെയ്യിക്കണത്, എന്തുകൊണ്ടാണെന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. കാരണം ഇത്രയും കാര്യങ്ങൾ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ സർവീസ് ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. അവൻ ദാറ്റ്സ് നോട്ട് ഗോണ ബി എ ഗുഡ് ഫിറ്റ്. അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചു,
എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും, ബട്ട് യു സീം ടു നോ എ ഗ്രേറ്റ് ഡീൽ ഓൺ വെബ് ഡെവലപ്മെന്റ് ആൻഡ് എസ്ഇഒ. വൈ കാന്റ് യു ബിൽഡ് ഇറ്റ് ഓൺ യുവർ ഓൺ? കാരണം ഇന്നത്തെ അവൈലബിൾ, ഇന്നത്തെ ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാനേ ഉള്ളൂ പുള്ളിക്കാരൻ്റെ ഇത് വെച്ചിട്ട്. ബട്ട് ഇഫ് ഐ കുഡ് ബിൽഡ് ഇറ്റ്, സോ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയും ഡീറ്റെയിൽസും അയച്ചു കൊടുത്തു. ഞാനന്ന് നാട്ടിലായിരുന്നു. നാട്ടിൽ നിന്ന് ഇവിടെ വന്നതിന് ശേഷം പുള്ളിക്ക് മെസ്സേജ് അയച്ചു. ഇവിടെ വന്നതിന് ശേഷം ലാസ്റ്റ് സാറ്റർഡേ പുള്ളിക്ക് മെസ്സേജ് അയച്ചു. എന്നിട്ട് സോ വി സ്റ്റാർട്ടഡ് എ പ്രൊജക്ട് യെസ്റ്റർഡേ. ബിക്കോസ് ഓഫ് ദാറ്റ് ലാസ്റ്റ് മെയ് 18th മുതൽ ഇന്നിപ്പോൾ എത്രയായി, 12th June, റഫ്ലി ഇൻ എ മന്ത് ടൈമിൽ എനിക്ക് ഐ ലവ് ദുബായ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തത് കൊണ്ട് ഐ ഗോട്ട് എ വർക്ക് ഫ്രം ദർ. സോ ഓൺലി തിങ് ഈസ് ദാറ്റ് ഇതിന് അറൗണ്ട് ആയിട്ട് ഒരു പ്രൊജക്ട് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് മാത്രമാണ് നമുക്ക് വേണ്ടത്. ലൈക്ക് ദ നെക്സ്റ്റ് തിങ് വിച്ച് യു ഹാവ് ടു ഡു. നിങ്ങളിപ്പോൾ 10 ആൾക്കാരോട് പോയിട്ട് ഞാൻ ഈ വർക്ക് ചെയ്യും, എനിക്ക് വർക്ക് തരുമോ, ഞാൻ ഇങ്ങനെയുള്ള വർക്ക് വരുവാണെങ്കിൽ തരുമോ എന്ന് ചോദിക്കുന്നതിലും എന്തുകൊണ്ടും ബെറ്റർ ഇൻബൗണ്ട്സ് ആണ്. നമ്മളുടെ പുള്ളിയുടെ പേരെന്തായിരുന്നു? വാട്ട് വാസ് ഹിസ് നെയിം? ഷംനാസിക അല്ലേ? ഷംനാസിക ഉണ്ടോ ഇവിടെ? ഉണ്ടാകുമായിരിക്കാം. ഇല്ല, ഷംനാസ് ബ്രോ ഇല്ല. ഓക്കെ. സോ ഞാൻ ലിങ്ക്ഡിൻ യു ചാപ്റ്ററിൽ കയറിയതിനു ശേഷം ഏതാണ്ട് ഒരു ദിവസം ഇതുപോലെ രാത്രി ആകുമ്പോൾ ചായ കുടിക്കാൻ പോകുന്ന പരിപാടി ഉണ്ടല്ലോ. ഒരു ദിവസം ചായ കുടിക്കാൻ ആരുണ്ടെന്ന് പുള്ളി മെസ്സേജ് ഇട്ടപ്പോഴേക്കും ഞാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അന്ന് താമസിച്ചുകൊണ്ടിരുന്ന സലാൽദ്ദീൻ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഹീസ് എ ഫ്രീലാൻസർ അല്ലേ. പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ മെത്തേഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ആൾക്കാരായിട്ട് സംസാരിക്കുക, അവരുമായിട്ട് സംസാരിച്ച് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആളെ മുട്ടിച്ചു കൊടുക്കുക എന്ന് പറയുന്നതാണ് പുള്ളിക്കാരന് വർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല പുള്ളി നോക്കുന്നത്. ആൾക്കാരെ മുട്ടിച്ചു കൊടുക്കുക. അങ്ങനെ മുട്ടിച്ചു കൊടുത്തോണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ സം പോയിന്റ് ആർക്കെങ്കിലും ഈ പുള്ളിക്കാരൻ ഈ മുട്ടിച്ചു കൊടുക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ഈ 2 പാർട്ടി ഉണ്ടല്ലോ, 2 പാർട്ടിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സർവീസ് വന്നു കഴിഞ്ഞാൽ ആദ്യം മനസ്സിലോട്ട് വരുന്ന പേര് പുള്ളിയുടെ ആയിരിക്കും. സോ അങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റിയാണ് അവിടെ ചെയ്യുന്നത്. അവിടെ പുള്ളി ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുടങ്ങിയ ഒന്നുമല്ല, നെറ്റ്വർക്കിംഗ് ആണ്. പുള്ളിക്ക് ഇല്ല എന്നല്ല, ഹീസ് ആൻ ഇൻഫ്ലുവൻസർ. പുള്ളി ചെയ്ത് എന്താണ്, അങ്ങനെ നെറ്റ്വർക്ക് ചെയ്ത് കൂടുതൽ കോൺടാക്ട്സ് ആക്കാൻ ഞാൻ ഏറ്റവും ആദ്യമേ ലിങ്ക്ഡിൻ യുഐയിൽ ഏറ്റവും ആദ്യമേ സേവ് ചെയ്ത പുള്ളിയുടെ നമ്പറാണ്. പിന്നെ അതിനുശേഷം എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ വന്ന് കയറി 2ാമത്തെ ആഴ്ച ഞാൻ സേവ് ചെയ്ത പുള്ളിയുടെ നമ്പർ. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സംസാരിച്ചപ്പോഴേക്കും പുള്ളി ഹീസ് ആൻ ഔട്ട് ബോണ്ട് പേഴ്സൺ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് ബോണ്ട് ആയിട്ട് അങ്ങോട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും, ഈ രീതി ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞ് അവിടെ പോയി സംസാരിച്ച് അവരുടെ ട്രസ്റ്റ് എടുത്തതിന് ശേഷം ചെയ്യുന്നത്. വേറെ ഞാൻ അങ്ങനെ ഔട്ട് ബോണ്ട് ചെയ്യത്തില്ല. എനിക്ക് ഔട്ട് ബോണ്ടിനോട് വലിയ താല്പര്യമില്ല. ഇങ്ങോട്ട് ഇൻബൗണ്ട് ആയിട്ട് ക്ലയൻസിനെ അല്ലെങ്കിൽ ലീഡ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ് ആണ് ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഐ എം നോട്ട് കംഫർട്ടബിൾ വിത്ത് ഔട്ട് ബോണ്ട്. ലൈക്ക് കോൾ ടു കോൾ ചെയ്യാം. നമുക്കിപ്പോൾ ലൂഷ പോലെയുള്ള പ്ലാറ്റ്ഫോം അല്ലെ, അപ്പോളെ വെച്ചിട്ട് കോൾ ടു കോൾ ചെയ്തിട്ട് നമുക്ക് ഔട്ട് ബോണ്ട് ചെയ്തിട്ട് ലീഡ്സിനെ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അങ്ങനെ ഒരു മെത്തേഡിനേലും ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഇൻബൗണ്ട് ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരുന്ന ലീഡ്സ്. ബിക്കോസ് വി ഡോണ്ട് ഹാവ് ടു എഡ്യൂക്കേറ്റ് അവർ സെൽഫ്. നമ്മളെ കുറിച്ച് നമുക്ക് നമ്മളെ കുറിച്ചിട്ടോ നമ്മുടെ സർവീസിനെ കുറിച്ചിട്ടോ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഇൻബൗണ്ട് ആയിട്ട് വരുന്നതാണെങ്കിൽ ആൻഡ് വി ക്യാൻ ഡിമാൻഡ് അവർ പ്രൈസ്. അറ്റ് സം പോയിന്റ് വി ക്യാൻ ഡിമാൻഡ് അവർ പ്രൈസ്. അതെന്താണ് ഇത്രയും വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ സീ എക്സാക്ട്ലി ദ റീസൺ വൈ ഇത്രയും പ്രൈസ് വരുന്നത്. ഇപ്പോൾ അത് കൂടുതലായിരിക്കാം അല്ലെങ്കിൽ കുറവായിരിക്കും അവർക്ക്. ഒന്നെങ്കിൽ ചോദിക്കുന്നത് അതെന്താ ഇത്രയും കുറഞ്ഞു പോയത്, അല്ലെങ്കിൽ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താ ഇത്രയും കൂടിപ്പോയെന്ന് ചോദിക്കും. ചോദിക്കുമ്പോഴേക്കും നമുക്ക് പറയാം 50 മിനിറ്റ്സിൽ കോൾ ഉണ്ടാവോ? ഇല്ല, എന്തായാലും വേറൊരു ലിങ്ക് ഉണ്ടാവും കേട്ടോ, നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടാവും. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും, ഒരു കരുണ് ഷെയർ ചെയ്യും. അപ്പോൾ അതിൽ കയറിയാൽ മതി. കാരണം ഇതൊരു വെരി വാല്യുബിൾ ടോപ്പിക്, എല്ലാവരും ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇരിക്കണം. അപ്പോൾ അത് ഇന്ററപ്ഷൻ വന്നു കഴിഞ്ഞാൽ റീജോയിൻ ചെയ്യും. ഓക്കെ, താങ്ക് യു. ഓക്കെ ഫൈൻ. ഇൻട്രസ്റ്റിംഗ് ആണല്ലോ അല്ലേ? ഇൻട്രസ്റ്റിംഗ് ആണ്. അതിന്റെ കൂട്ടത്തിൽ ഇപ്പോൾ നേരത്തെ ബേസിൽ മെൻഷൻ ചെയ്ത ഷംനാസ് ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് സെഷൻ എടുത്തത്. ടോക്ക് വിത്ത് പ്രോയിലെ ഫസ്റ്റ് സെഷൻ നെറ്റ്വർക്ക് ടു നെറ്റ്വർക്ക് എന്നുള്ള ടോപ്പിക് കൈകാര്യം ചെയ്തത് ഷംനാസ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ പ്രോജക്റ്റിന്റെ കാര്യം പറഞ്ഞു. പ്രോജക്റ്റിൽ നിന്ന് എങ്ങനെ ലീഡ് വരാന്നുള്ളതിന്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തന്നു. യു ക്യാൻ സ്റ്റാർട്ട് എനിത്തിങ്. അങ്ങനെ കൺസിസ്റ്റന്റ് ആകുവാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. യു വിൽ ലാൻഡ് എ ക്ലയന്റ് ഫാസ്റ്റർ. കൺസിസ്റ്റന്റ് ആകുവാണെങ്കിൽ. someone is raising hand. Sonu is raising hand. You have anything to say? Alfik, yes. അല്ല, ഇത് ഹാൻഡ് റേസ് ചെയ്യുന്നതാണോ? ഐ ഡോണ്ട് നോ അബൌട്ട് ദിസ് തിങ്. ഓക്കെ, നമ്മളപ്പോൾ പ്രൊജക്ട് ചെയ്തു. അപ്പോൾ പ്രൊജക്ട് ഏത് ഫീൽഡിലും ആയിക്കോട്ടെ ഒരു പ്രൊജക്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. കൺസിസ്റ്റന്റ് ആവുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. ഐ വാസ് നോട്ട് കൺസിസ്റ്റന്റ് ഓൺ സോഷ്യൽസ്, ബട്ട് ഐ വാസ് കൺസിസ്റ്റന്റ് ഓൺ ഞാൻ സോഷ്യൽസിൽ ഗ്രൂപ്പ് ആൽഫിക്. ഇത് UAE ചാപ്റ്ററിലല്ല, നാട്ടിലത് ഞാൻ ഗ്രൂപ്പ് മെമ്പേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ബ്രോ. ആൽഫിക്കിന്റെ അല്ലെങ്കിൽ ജാഫ്രിക്ക നാട്ടിലെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ഈ പറയുന്ന നമ്മുടെ ലിങ്ക്ഡിന്റെ ഇതുണ്ടെങ്കിലേ ഇൻവൈറ്റ് ലിങ്ക് ഉണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ഇറ്റ് വിത്ത് ആൽഫിക്. ഈ മെസ്സേജ് മീ ഓൺ ലിങ്ക്ഡിൻ. ഈ നമ്മൾ മറ്റേ പോസ്റ്റ് ഇട്ടല്ലോ,
എനിക്ക് ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ നോട്ട് ചെയ്തു. സോ അതിന്റെ നമുക്ക് നെക്സ്റ്റ് പറഞ്ഞാൽ എന്താ, നമുക്കൊരു പ്രൊജക്ട് ബിൽഡ് ചെയ്യാം. പ്രൊജക്ട് ബിൽഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ കൂടുതൽ ടൈം കോൺസെൻട്രേറ്റ് ചെയ്യാം. സോ ദിസ് വാസ് എ പ്രോജക്ട് വിച്ച് ഐ ബിൽഡ് വെൻ ഐ കെയിം ഹിയർ ഇൻ ദുബായ്. ഓക്കെ, ദിസ് വാസ് വൺ ഓഫ് ദ പ്രോജക്ട് വിച്ച് ഐ ബിൽഡ് എന്ന് പറയാം. ഇത് ഇതിന് മുന്നേ ക്രിയേറ്റ് ചെയ്ത കുറച്ചധികം ലൈക്ക് വേറെ പ്രൊജക്ട്സ് ഉണ്ട്. ഇപ്പൊ എന്റെ ഹോം ടൗണിൽ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ഐ ക്രിയേറ്റഡ് ഐ ലവ് ആലപ്പി. സം ടൈം ഐ വെൻ ടു കന്യാകുമാരി. ആ സമയത്ത് ഐ ക്രിയേറ്റഡ് വൺ പ്രോജക്ട് കോൾഡ് ഐ ലവ് കന്യാകുമാരി. സോ എവിടെ പോയി കഴിഞ്ഞാലും ദർ ഇസ് ആൻ ഐ ലവ് വിത്ത് മീ. സോ ഞാൻ ഇതുമായിട്ടാണ് പോകുന്നത് എവിടെ ചെന്നാലും. കൊച്ചിയും മൂന്നാറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഡിലീറ്റ് ചെയ്തു ബിക്കോസ് അതിൽ നിന്ന് എനിക്ക് അത്ര ഇൻകം ജനറേറ്റ് ചെയ്യുന്നില്ലായിരുന്നു. നൗ ദീസ് ടു ആർ ദ ഓൺലി പ്ലാറ്റ്ഫോം. ഞാൻ റഫ്ലി ഈ ഐ ലവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഐ ക്രിയേറ്റഡ് റഫ്ലി അറൌണ്ട് 6 or 7 ഡിഫറെന്റ് വെബ്സൈറ്റ്സ്. ഈ 7 ആലപ്പിയും കന്യാകുമാരിയും മാത്രമാണ് എനിക്ക് പോസിറ്റീവ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയത്. ദുബായ് ഐ ഹാവൻ ഗോട്ട് എനി പോസിറ്റീവ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ടിൽ നൗ. ബട്ട് അത് കിട്ടും, അതിന്റെ ട്രാഫിക് ഗ്രോത്ത് വെച്ചിട്ട് അത് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മീൻസ് വെബ് ഡിസൈൻ നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്ത് ഒരു പ്ലാറ്റ്ഫോം റൺ ചെയ്യുമ്പോഴേക്കും നമുക്കറിയാലോ. സോ അങ്ങനെ കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. സോ വി ആർ പുഷിങ് ഇറ്റ്. ആൻഡ് ഫോർ ദിസ് ഐ ഗോട്ട് എ ടീം ഓഫ് റഫ്ലി 16 പേരുടെ ടീമുണ്ട്. മേഴ്സ്പിൻ ഉണ്ട് ടീമിൽ. പിന്നെ കുറേ അധികം ഹാരിസൺ കോഹ്ലി ഞാൻ പഠിപ്പിച്ച കുറേ സ്റ്റുഡൻസ് ഉണ്ട്, പിന്നെ കൊളീഗ്സ് ഉണ്ട്. അങ്ങനെയുള്ള കുറേ ആൾക്കാരെ വെച്ചിട്ട് ഇറ്റ്സ് എ ബിഗ് ടീം. ആൻഡ് വി ക്രിയേറ്റഡ് റഫ്ലി 300 പേജസ്. മാർച്ച് ഫസ്റ്റ് വീക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ഇതിപ്പോൾ ജൂൺ പകുതിയായി. 3.5 മാസത്തിൽ വി ക്രിയേറ്റഡ് 300 പേജസ്. ദാറ്റ് ഇസ് റഫ്ലി 1 പേജ് എവറി ഡേ. ആൻഡ് ഇറ്റ്സ് ഗെറ്റിംഗ് എ ട്രാഫിക് ഓഫ് അറൌണ്ട് 600+ ഇപ്പൊ ട്രാഫിക് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് ഹ്യൂജ് പൊട്ടൻഷ്യൽ. അതിപ്പോ എന്താ പറയാ, ഇതിനെ നമുക്കൊരു 5 അല്ലെങ്കിൽ 10K അല്ലെങ്കിൽ 20K എത്തിക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ അകത്തൊരു ടിക്കറ്റ് ബുക്കിംഗ് സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താ പറയുക, ഐറ്റിനറീസ്, ട്രിപ്പ് പ്ലാനർ, അങ്ങനെയുള്ള കുറേ അധികം ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റീസ് ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് അതിപ്പോൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബിൽഡിംഗ് പ്രോസസ് ഈസ് ഗോയിങ് ഓൺ. അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഈ മെസ്സേജ് വന്നത് ഒരിക്കലും ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ആക്റ്റീവ് ആണോ എന്ന് കണ്ടിട്ടല്ല. ഞാൻ ഈ പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുന്ന കണ്ട് ഇത് ഇഷ്ടപ്പെട്ട് വന്ന ആളാണ് എനിക്ക് മെസ്സേജ് ചെയ്തത്. സോ വേർ എവർ യു ആർ ഡൂയിങ് യുവർ ആക്ടിവിറ്റി, സോ കോൾഡ് ആക്ടിവിറ്റി, എന്ത് പ്രൊജക്റ്റും ആയിക്കോട്ടെ, ട്രൈ ടു ബി കൺസിസ്റ്റന്റ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ തിങ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇൻബൗണ്ട് ആയിട്ട് ലീഡ് വരും. ഓക്കെ, നെക്സ്റ്റ് നമുക്കിപ്പോൾ എന്താ പറയാ, വൺസ് ഒരു ലൈക്ക് നമുക്ക് ഇൻബൗണ്ട് ലീഡ് വന്ന് തുടങ്ങിയെന്ന് കരുതുക. ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തു, ഒരു 1, 2, 3 വീക്സ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫ്രീലാൻസിങ് ഇൻകം ജനറേറ്റ് ആയി തുടങ്ങാനായിട്ട്, ഇപ്പോൾ ഡിസൈഡ് ഏത് നിഷിലാണെങ്കിലും ഫ്രീലാൻസിങ് ഇൻകം ജനറേറ്റ് ആയി തുടങ്ങണമെന്നാണെങ്കിൽ 15 റീൽ കണ്ടന്റ് ഇടണം. ഒരു മാസത്തിൽ 15 അല്ലെങ്കിൽ 20 റീൽ കണ്ടന്റ് ഇടുക. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ വിത്തിൻ 2 months യു വിൽ സ്റ്റാർട്ട് ഏണിങ്. അത് 100% ഉറപ്പാണ്. നിങ്ങളൊരു കണ്ടന്റ് സ്ട്രാറ്റജീസ് ആവണമെന്നില്ല. നിങ്ങളുടെ ആ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി. ഇഷ്ടപ്പെടുന്ന കുറേ അധികം ആൾക്കാർ കാണും. മീൻസ് അത്ര വലിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തിട്ട് കഴിഞ്ഞാലും നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറേ അധികം ആൾക്കാർ കാണും. മനസ്സിലായില്ലേ? അത് കണ്ടിട്ട് ഫോളോ ചെയ്ത് നമ്മളുടെ ലൈക്ക് കൂടിക്കോളും. മനസ്സിലായില്ലേ? സോ അപ്പോൾ ഏതൊരു പ്ലാറ്റ്ഫോമിലാണെങ്കിലും നെക്സ്റ്റ് ഒരു 15 അല്ലെങ്കിൽ 20 ഡേയ്സിൽ കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടന്റ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സ്റ്റാർട്ട് ഏണിംഗ് മണി. ആ പറയുന്ന കൺസിസ്റ്റൻസി മാത്രമാണ് കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യും. ഈ പറയുന്ന പ്ലാറ്റ്ഫോംസ് നമ്മൾ തുടങ്ങി, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തു, ഇൻബൗണ്ട് ലീഡ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട സംഭവം എന്താണ്? പിന്നെ നമുക്ക് ലീഡ് വന്ന് തുടങ്ങി, പിന്നെ എന്താണ് വേണ്ടത്? ഹലോ വൈസ് പറഞ്ഞോ. പ്രൊജക്ട് മാനേജ്മെന്റ്. യെസ്, ഓഫ് കോഴ്സ്, പ്രൊജക്ട് മാനേജ്മെന്റ്. ഫോളോ അപ്പ് ഉണ്ട്. ലീഡ്സ് വന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഇതാരാണ് ഓക്കെ. വൺസ് നമുക്ക് ഇപ്പോൾ ലീഡ്സ് വന്ന് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് തിങ്, ഓക്കെ, ഓഫ് കോഴ്സ് ഫോളോ അപ്പ് വേണം. ലീഡ്സ് വന്ന് നമുക്ക് ഒരു ക്ലയന്റ് ക്ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ക്ലോസ് ചെയ്ത ക്ലയന്റിനെ എങ്ങനെ ഹാപ്പി ആക്കണമെന്നാണെങ്കിൽ നമുക്ക് ഒരു പ്രോപ്പർ വർക്ക് ഫ്ലോ വേണം. ഇതുകൊള്ളാലോ, ഇത് വൈറ്റ് ബോർഡ് ആരാണ് വരക്കുന്നത്? ഓക്കെ. സോ ദ നെക്സ്റ്റ് തിങ് നമുക്ക് വേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺസ് നമുക്കൊരു ലീഡ് വന്നു, നമ്മൾ ഫോളോ അപ്പ് ചെയ്തു, കൺവേർട്ട് ആയി, നമ്മൾ ഓൺ ബോർഡ് ചെയ്തു, ആ ഒരു ക്ലയന്റിനെ ഓൺ ബോർഡ് ചെയ്തു എന്ന് കരുതുക. ഓൺ ബോർഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പറയുന്ന വർക്ക് എല്ലാവരും, ഇപ്പൊ ഏതൊരു ബിസിനസ്സുകാരനാണെങ്കിലും ഒരു ഫ്രീലാൻസറിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? ലൈക്ക് മെയിൻ റീസൺ വരെ ഗോയിങ് ആഫ്റ്റർ ഫ്രീലാൻസർ, അവർക്ക് ഒരു ഏജൻസിക്ക് കൊടുക്കാം. ഒന്നാമത്തെ റീസൺ അത് പ്രൈസ് ആയിരിക്കും. ചിലപ്പോൾ ഏജൻസി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈമേ ചാർജിലേക്ക് അവർക്ക് ഓവർ ഹെഡ് കോസ്റ്റ് വരുന്നുണ്ട്, ഓഫീസിന്റെ കോസ്റ്റ് വരുന്നുണ്ട്, അവർ പർച്ചേസ് ചെയ്തിരിക്കുന്ന ടൂൾ എക്സ്പെൻസീവ് ആയിരിക്കും, അവർക്ക് അങ്ങനെ ഓവർ ഹെഡ് കോസ്റ്റ് വരുന്നുണ്ട്. ആ ഒരു ഫാക്ടർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒന്നാമത്തെ കാര്യം ഫ്രീലാൻസേഴ്സിന്റെ അടുത്ത് വരുന്നത്.
രണ്ടാമത്തെ റീസൺ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ദാറ്റ് ക്ലയന്റ് വിൽ ബി എ പേഴ്സൺ ഹു വാണ്ട്സ് ടു വർക്ക് ക്ലോസ്ലി വിത്ത് ദ പേഴ്സൺ ഹു ഇസ് വർക്കിംഗ് ഫോർ ദ ബിസിനസ് അല്ലെ. ഭയങ്കര ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യണം, എന്താണ് സംഭവമാണ് നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിലായിരിക്കും ഇതുപോലെ ഫ്രീലാൻസേഴ്സിനെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ദീസ് ആർ ദ ടു റീസൺസ്. വീഡിയോ ഓപ്പൺ ഓണാണ്. ഓക്കെ, സോ ഈ രണ്ട് റീസൺസ് ആയിരിക്കും ഉള്ളത്. അപ്പൊ അവർക്ക് വേണ്ടത് ഏറ്റവും മെയിൻ ആയിട്ട് അപ്പൊ വേണ്ടത് എന്താണ്, ലൈക്ക് വൺ ഈസ് പ്രൈസ്, ദ അതർ വൺ ഈസ് ദേ നീഡ് സമ്മൺ ടു വർക്ക് ഓൺ ദെയർ പ്രോഡക്റ്റ് സ്പെസിഫിക്കലി. ആൻഡ് അവർക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് ഈ പ്രോഡക്റ്റിന്റെ ഓരോ പോയിന്റിലും എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ക്ലിയർ ഐഡിയ കിട്ടണം. അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഫ്രീലാൻസേഴ്സിനെ നോക്കുന്നത്. ഓക്കെ, സോ അപ്പോ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. ലൈക്ക് അങ്ങനെയാണോ ഈ പറയുന്ന ക്ലയന്റ് പ്രൈസിന് വേണ്ടിയിട്ട് വന്നതാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്ലോസ്ലി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണോ അല്ലയോ എന്ന് നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റത്തില്ല. നമുക്ക് അപ്പൊ ചെയ്യാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓക്കെ നമുക്കൊരു സ്പെസിഫിക് ഒരു വർക്ക് ഫ്ലോ അല്ലെങ്കിൽ ഒരു സിസ്റ്റം നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എവറി നുവാൻസസ് തുടക്കം മുതൽ ഇപ്പൊ ഒരു വർക്ക് നമ്മൾ ഓൺബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ തുടക്കം മുതൽ എവറി നുവാൻസസ് നമ്മൾ ക്ലയന്റുമായിട്ട് ഷെയർ ചെയ്യുക. അങ്ങനെ ഷെയർ ചെയ്ത് കഴിയുമ്പോഴേക്കും ക്ലയന്റ് പറയണത് എന്താണെന്നറിയാം, നിങ്ങൾ ഇങ്ങനെയൊന്നും വേണ്ട, എനിക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു പ്രൊഡക്റ്റ് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇവൻ അങ്ങനെ ക്ലോസ്ലി വർക്ക് ചെയ്യുന്ന ഒരാളല്ല. ഹീസ് ലൈക്ക് ഓക്കെ ഹി വാണ്ട്സ് ദ വർക്ക് ടു ബി ഡൺ ഇൻ എ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് ടൈം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന സമയത്തിനകം വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി, കയറി ചൊറിയാനായിട്ട് വരത്തില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ദെൻ വി ക്യാൻ ഗോ അഹെഡ് ആൻഡ് വർക്ക് വിത്ത് അവർ ലൈക്ക് നമുക്ക് എന്താ പറയാ, നമുക്ക് നമ്മുടെ ഫ്ലോയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകാം. ഇപ്പൊ ക്ലയന്റുമായിട്ട് നമുക്ക് അത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാപ്പിയാണ്. കാരണം ലൈക്ക് ക്യാമറ ഓൺ ഒരു സെക്കൻഡ്, ഇത് എവിടെയാണത് ഉണ്ടാക്കണം. ഓക്കെ, എനിക്ക് സീമ ഫേസ് അതാ പ്രശ്നം. എനിക്ക് എന്റെ ഫേസ് ഉണ്ടായാലും സംസാരിക്കാൻ പറ്റുള്ളൂ. സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലേ എല്ലാവർക്കും? വിസിബിൾ ആയിരുന്നു. ഇപ്പൊ പോയോ? ഓക്കെ, സോ ദ ഫസ്റ്റ് തിങ് ഈസ് ലൈക്ക് നമ്മൾ അതുപോലെ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ക്ലയന്റിനെ കിട്ടിയാലും ലെറ്റ് ഇറ്റ് ബി യുവർ ഫസ്റ്റ് ക്ലയന്റ് അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ബി യുവർ 100th ക്ലയന്റ്, നമ്മൾ ഏതൊരു ക്ലയന്റിനെ കിട്ടിയാലും എല്ലാ പൊട്ടും പൊടിയും പറഞ്ഞു കൊടുക്കുക. എല്ലാ നുവാൻസസും ചെറിയ നടക്കുന്ന ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക, എന്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഇൻഫോർമേഷൻ ഓവർലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഓവർലോഡ് ചെയ്യുമ്പോഴേക്കും സമ്മൺ വിൽ എൻജോയ് ദാറ്റ്. എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന നുവാൻസസിനൊക്കെ തിരിച്ചിങ്ങോട്ട് എന്താ പറയാ, അതങ്ങനെ വേണ്ട ഇങ്ങനെ മതി എന്നുള്ള രീതിയിൽ പറയുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഗോണ ബി എ ഹാർഡ് ലൈൻസ്. അതർവൈസ് എനിക്ക് ഇങ്ങനെയൊന്നും വേണ്ട, എനിക്ക് ലൈക്ക് ഓക്കെ എൻഡ് ഓഫ് ദ ഡേ പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആയാൽ മതി എന്ന് പറയുന്നവരാണെന്നുണ്ടെങ്കിൽ ദോസ് ആർ യുവർ ഹാപ്പി ക്ലൈൻസ്. നമുക്ക് സംസാരിക്കേണ്ട ആവശ്യം വരുന്നത് നമുക്ക് നമ്മുടെ കാര്യം ചെയ്യുക, ക്ലോസ് കംപ്ലീറ്റ് ചെയ്യുക, കാശ് വാങ്ങുക, പോവുക, അത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് മുന്നിൽ വേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാണ് ഇൻ പ്ലേസ് വേണ്ടത്, ഒരു വർക്ക് ഫ്ലോ ആണ് ഇൻ പ്ലേസ് വേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ അടുത്ത് എനിക്കിപ്പോൾ ഒരു വർക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ഒരു ലീഡ് ക്യാപ്ചർ ചെയ്യാനും അതിനെ നർച്ചർ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഓൺബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ എന്താ പറയാ ഓൺബോർഡ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും ഞാൻ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു സിസ്റ്റം മാത്രമേ ഞാൻ ഫോളോ ചെയ്യത്തുള്ളൂ. ദാറ്റ്സ് മൈ സക്സസ്. അതാണ് എന്റെ സക്സസ്. ഐ ആം നോട്ട് സേയിങ് ദാറ്റ് ഐ ആം എ സക്സസ്ഫുൾ ഫ്രീലാൻസർ. ഒരിക്കലും അല്ല, സക്സസ്ഫുൾ ആയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് ഇറ്റ്സ് മോർ ലൈക്ക് ഇൻ ദ ഫ്യൂച്ചർ ഇറ്റ് മേ ഹാപ്പൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇഫ് നൗ ഇറ്റ്സ് മോർ ലൈക്ക് ഇഫ് ഐ ഗോട്ട് ലൈക്ക് ലെറ്റ്സ് സേ ഇപ്പോൾ ഒരു 10,000 രൂപ മാസം എനിക്ക് എക്സ്പെൻസ് ഉണ്ട് എന്നാണെങ്കിൽ ആ 10,000 രൂപ ഉണ്ടാകാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാൻ വർക്ക് ചെയ്യത്തുള്ളൂ. ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ഡിസിപ്ലിൻ. അങ്ങനെ ഒരു ഡിസിപ്ലിനും കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ ഫ്രീലാൻസിംഗിൽ നമുക്ക് എക്സെൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് വേണ്ട 10,000 ആണെങ്കിൽ ഞാൻ 50,000 രൂപ ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെ ഡിസിപ്ലിൻഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എക്സെൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതർവൈസ് ഇറ്റ്സ് മോർ ലൈക്ക് എ ജോബ്. ഇപ്പൊ 10 മതി. എന്റെ EMIs എല്ലാം കൂടെ 10. എന്റെ EMIs അല്ലെങ്കിൽ എന്റെ EMIs, വീട്ടിലെ ചെലവ്, എന്റെ ചെലവ് എല്ലാം കൂടെ എനിക്ക് 30,000 രൂപ മതി. അതിന്റെ മുകളിൽ എനിക്ക് ഒരു രൂപ ഉണ്ടാക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ വർക്ക് ചെയ്യത്തുള്ളൂ. ദാറ്റ്സ് എ നെഗറ്റീവ് പാർട്ട് ഓഫ് ഫ്രീലാൻസിങ്. ഓക്കെ, അതേസമയം ഇല്ല എനിക്ക് കൂടുതൽ വേണം, എനിക്ക് ഇത്ര ക്യാഷ് സേവ് ചെയ്യണം എന്നുണ്ട് എന്നാണെങ്കിൽ അതിന് കൂടുതൽ നമ്മൾ ചെയ്യാനായിട്ട് നോക്കും. ഓക്കെ, സോ ഇപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് ഈ പറയുന്ന രീതിയിൽ ലീഡ് നർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്, ക്യാപ്ചർ ചെയ്യാൻ നർച്ചറിങ്ങിന് വേണ്ടിയിട്ട്, പിന്നെ എന്തുവാണ് ക്ലയന്റ് ഓൺബോർഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് സിസ്റ്റം വേണം. ഈ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആവണമെന്ന് അറിയാവോ? ഏറ്റവും ആദ്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എൻട്രി പോയിന്റ്സ് ആണ്. എൻട്രി പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ആക്ടിവിറ്റിയാണ്, നമ്മൾ പ്രോജക്റ്റ് ആണ് അല്ലെങ്കിൽ ആക്ടിവിറ്റിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, അതിന്റെ മെസ്സേജിന്റെ ടച്ച് പോയിന്റ്സ് ഉണ്ട്. മെസ്സേജ് ടച്ച് പോയിന്റ്സ്, ദോസ് ആർ എൻട്രി പോയിന്റ്സ്. എൻട്രി പോയിന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ പറയുന്ന ആൾക്കാർക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് എവിടെയൊക്കെ പോയിന്റ്സ് ഉണ്ടോ അതെല്ലാം നമ്മുടെ എൻട്രി പോയിന്റ്സ് ആണ്. ലൈക്ക് ഐ സെഡ്, എനിക്ക് ഇൻസ്റ്റാഗ്രാമിലാണ് ഒരു മെസ്സേജ് വന്നത്. ആ മെസ്സേജ് വന്നപ്പോഴേക്കും
അത് ഞാൻ നോട്ടിഫൈഡ് ആവാണ്ട് പോയിരുന്നെങ്കിൽ, ഇപ്പൊ ലെറ്റ്സ് ഞാൻ ആ പറയുന്ന പ്ലാറ്റ്ഫോമിൽ അതിനുശേഷം ഒരു അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 15 ദിവസം കഴിഞ്ഞിട്ടാണ് ആ സാധനം കയറി നോക്കണമെന്നുണ്ടെങ്കിൽ ആ ലീഡ് പോയതാ, അത് കിട്ടാൻ പോകുന്നില്ല. സമയം അത് ആ സ്പോട്ടിൽ തന്നെ അറിയണം. അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം. അതിപ്പോ ഇമെയിൽ, ചില ആൾക്കാർ ഇമെയിൽ ആയിരിക്കും അയക്കുന്നത്, ചിലർ വാട്സാപ്പിൽ മെസ്സേജ് ആയിരിക്കും അയക്കുന്നത്, ചിലർ ഗൂഗിൾ മാപ്പ് ബിസിനസ്സിൽ മെസ്സേജ് ചെയ്യുകയായിരിക്കും, ചിലവർ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും, ചിലവർ വെബ്സൈറ്റിൽ ഫോം ഫിൽ ഔട്ട് ചെയ്യുകയായിരിക്കും. അത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാ പ്ലാറ്റ്ഫോംസും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഒന്നാമത്തെ കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് ലീഡ് ക്യാപ്ചറിംഗിന്റെ ഫസ്റ്റ് തിങ് പറയുന്നത്. അല്ല എന്നാണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് നമുക്ക് ഇതിനെല്ലാത്തിനും ഓട്ടോമേറ്റ് ചെയ്ത് ഇടാനായിട്ട് പറ്റും. എല്ലാ പ്ലാറ്റ്ഫോംസിനും ഓട്ടോമേറ്റ് ചെയ്യുന്നത് കോസ്റ്റ്ലി ആണ്, ഒരിക്കലും പറ്റത്തില്ല. പക്ഷേ നമുക്ക് നമ്മൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള കുറച്ച് പ്ലാറ്റ്ഫോംസിന് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാം. വെൻ എവർ എ ന്യൂ ലീഡ് കംസ്, അത് എന്റെ CRM-ലോട്ട് ആ കോൺടാക്ട് വരണം എന്നുള്ള രീതിയിൽ നമുക്ക് ബേസിക് ഓട്ടോമേഷൻ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ യു ഓൺലി ഹാവ് ടു ചെക്ക് യുവർ കലണ്ടർ, അല്ലെങ്കിൽ യു ഓൺലി ഹാവ് ടു ചെക്ക് യുവർ സ്പെസിഫിക് ഇമെയിൽ ഫോർ ദിസ്. അതിൻ്റെ അകത്ത് വേറൊരു ഇമെയിലും വരുന്നില്ല, ഇതിന്റെ ഒരു ഇമെയിൽ മാത്രമേ വരത്തുള്ളൂ. സോ എവറി ഡേ ഇൻ ദ മോർണിംഗ് വൺസ് യു വേക്ക് അപ്പ്, ഫ്രഷ് ആയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഫോൺ എടുക്കുക, ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുന്നതിന് വരാം, മെയിൽ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം, ഓക്കെ ഡിഡ് ഐ ഗോട്ട് എനി ലീഡ് യെസ്റ്റർഡേ, എന്തെങ്കിലും മീറ്റിംഗ്സ് ഷെഡ്യൂൾ ആയിട്ടുണ്ടോ, അപ്പോയിന്റ്മെന്റ്സ് ബുക്ക് ആയിട്ടുണ്ടോ. സോ ദാറ്റ്സ് ഹൗ യു ഹാവ് ടു ക്യാപ്ചർ ദ ലീഡ്. ലീഡ് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തുവാ, നമുക്ക് ഈ പറയുന്ന ക്ലയന്റിനെ ഓൺബോർഡ് ചെയ്യണം. ഒരു ലീഡ് ഒരു ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു പേഴ്സൺ ഒരു ലീഡ് കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ 24 hours അവരെ കോൺടാക്ട് ചെയ്തിരിക്കണം, അതർവൈസ് ദാറ്റ്സ് നോട്ട് ഗോണ ക്ലോസ്. ഓക്കെ, ഞാൻ അത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യമാണ്. 24 hours ശേഷം ആണ് ഞാൻ അവരെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ദേ മേ ഹാവ് റീച്ച് സമ്മൺ എൽസ്. അവർക്കൊരു നീഡ് ഉണ്ടായിരുന്നുകൊണ്ടാണ് അവർ നമുക്ക് മെസ്സേജ് അയച്ചത്. പക്ഷെ നമ്മൾ വിളിക്കാനായിട്ട് താമസം. ഹലോ, someone was saying something? ആരായിരുന്നു? ഇല്ല, ആരോ ഇടയ്ക്ക് മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. സോ ഞാൻ മൈക്ക് ഓപ്ഷൻസ് ഡിസേബിൾ ചെയ്യാണ്, നമുക്ക് Q&A സമയത്ത് ഓൺ ചെയ്യാം. ഓക്കെ, സോ നമ്മളിപ്പോൾ അങ്ങനെ ലീഡ് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അത് നോട്ടിഫൈ ആയിട്ട് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിസ്റ്റം വേണം. ഇതിപ്പോൾ ഞാൻ എന്റെ സിസ്റ്റം ഞാൻ കാണിച്ചു തരാം. ഹോപ്പ് എവരി വൺ കൻ സീ മൈ സ്ക്രീൻ. ഇതെന്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ആണ്. ഇതാരാണ് ഈ വരച്ചിരിക്കുന്നത്? ഐ ഡോണ്ട് നോ ഹൗ ടു റീഡ് ദിസ്. സോ ഇറ്റ്സ് മോർ ലൈക്ക് ഇതിന്റെ അകത്ത് ഇപ്പോൾ ഞാൻ കുറെ അധികം ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആൾക്കാർക്ക് ഫോം ഫിൽ ഔട്ട് ചെയ്യാനായിട്ട്. ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റിക്വസ്റ്റ് സർവീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ കം, ഒരു പോപ്പപ്പ് വരും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ ഷെയറിംഗ് ആണോ? പോയോ? സ്ക്രീൻ ഷെയറിംഗ് ആണോ എന്റെ? ഇല്ല, സ്ക്രീൻ കട്ടായി. കട്ടായല്ലേ? ഇപ്പൊ കാണാവോ? ഇപ്പൊ കാണാം. അപ്പൊ ഇതിന്റെ അകത്ത് ഞാൻ ഈ വെബ്സൈറ്റിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ലീഡ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്റെ വെബ്സൈറ്റിൽ നിന്നാണ്. നൗ ഇറ്റ്സ് റാങ്കിങ് ഫോർ വെബ് ഡിസൈൻ കീബോർഡ്, SEO കീബോർഡ്, ഓട്ടോമേഷൻ കീബോർഡ്, അങ്ങനെ കുറച്ച് കീബോർഡ്സിനൊക്കെ റാങ്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ എം ഗെറ്റിംഗ് സം ലീഡ്സ് എന്ന് വെച്ചാൽ ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 എന്നുള്ള രീതിയിൽ എവിടെന്നെങ്കിലും ഒക്കെ ലീഡ്സും വരുന്നുണ്ട്. SEO ചെയ്യുന്നുണ്ടായിരുന്നു ഫോർ ദ പാസ്റ്റ് 5 months ഇൻ ദുബായ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞത് ആ റിക്വസ്റ്റ് സർവീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വരും. രണ്ടാമത്തത്, ഒരാൾ ഇപ്പോൾ എന്റെ വെബ്സൈറ്റ് വന്ന് 50% അബോ സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ അവർക്ക് ഇവിടെ ഒരു കോൺടാക്ട് ഇൻഫർമേഷൻ വരും. ഇത് ഫിൽ ഔട്ട് ചെയ്യുക. ഇത് ഫിൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആണ് എന്റെ ലീഡ് ക്യാപ്ചറിങ് സിസ്റ്റം സ്റ്റാർട്ട് ആവുന്നത്. സ്റ്റാർട്ട് ആവുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഇതിപ്പോ എന്താ പറയാ, ഇതുപോലെ തന്നെ ഒരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളതല്ല പറയുന്നത്. ബട്ട് യു ഷുഡ് ഹാവ് സം സിസ്റ്റം ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇതിപ്പോ വെബ് ഹൂക്ക് വെച്ചിട്ട് ഞാൻ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഹബ്സ്പോട്ടിന്റെ ഫ്രീ CRM ആണ് യൂസ് ചെയ്യുന്നത്. ഹബ്സ്പോട്ടിന്റെ ഫ്രീ CRM യൂസ് ചെയ്തിട്ടാണ് ഞാനിത് ലീഡ് ക്യാപ്ചറിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഹബ്സ്പോട്ടിലോട്ട് പോകും. ഹബ്സ്പോട്ടിലോട്ട് പോയതിനു ശേഷം അവിടെ ഒരു കോൺടാക്ട് ക്രിയേറ്റ് ആവും. ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് എനിക്ക് മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. ആ ക്രിയേറ്റ് ആയ ലീഡിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് അവർക്കൊരു വെൽക്കം ഇമെയിൽ അയച്ചു കൊടുക്കും. ഇതാണ് എന്റെ ലീഡ് ഓൺ ബോർഡിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുശേഷം വൺസ് ലീഡ്, അപ്പൊ നമുക്ക് ലീഡ് വന്നു, വിത്തിൻ 24 hours അല്ല, വിത്തിൻ 5 minutes വെൽക്കം ഇമെയിൽ ഹാസ് സെൻഡ് ടു ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ. ഇത് എനിക്ക് വാട്സാപ്പിൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല, ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എനി വാട്സാപ്പ് ബിസിനസ് അക്കൗണ്ട്. അതുകൊണ്ട് എനിക്ക് വാട്സാപ്പിൽ അത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ വിത്തിൻ 5 minutes അവർക്ക് ഒരു വെൽക്കം ഇമെയിൽ പോയി. ആ വെൽക്കം ഇമെയിൽ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. വെൽക്കം ഇമെയിലിന്റെ അകത്ത് നെക്സ്റ്റ് ഓപ്ഷൻ വെച്ചിരിക്കുന്നത് എന്താ, എനിക്കിപ്പോ ഒരു ലീഡ് വന്നു കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യേണ്ടത്? അവര് ഒരു മീറ്റിംഗ് ബുക്ക് ചെയ്യണം, ഒരു ഡിസ്കവറി കോളിന് അവർ അവൈലബിൾ ആവണം. ആ പറയുന്ന ആക്ടിവിറ്റിയാണ് അതിനുശേഷം നെക്സ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ
ടീംസ് നോക്കട്ടെ, ഇവിടെ വരത്തില്ല. സോ ഔട്ട്ലുക്കിന്റെ ഒരു മെയിൽ സർവീസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വെനെവർ ഐ ഗെറ്റ് എ ലീഡ്, അവർക്ക് വെൽക്കം ഇമെയിൽ അയക്കുമല്ലോ. വെൽക്കം ഇമെയിൽ അയക്കുന്നത് എന്റെ സെൻഡ് ഐറ്റംസിൽ എനിക്ക് കാണുമല്ലോ. ഞാൻ അവർക്കൊരു വെൽക്കം ഇമെയിൽ അയക്കുവാണല്ലോ. സോ അത് സെൻഡ് ഐറ്റംസിൽ എന്തായാലും കാണുമല്ലോ. എനിക്കിതിപ്പോ ലാസ്റ്റ് വീക്ക് വന്നൊരു മെയിലാണ്, ഒരു ലീഡാണ്. ആ ലീഡിന്റെ അകത്ത് അവർക്ക് പോയിരിക്കുന്ന ഒരു വെൽക്കം ഇമെയിൽ ആണ് ഈ കാണുന്നത്. അവരുടെ നെയിം കണക്ട് ചെയ്തു, മുസ്തഫ ബെൽഖായറ്റെ സംവൺ. സോ ഹി നീഡ്സ് ടു ക്രിയേറ്റ് എ വെബ്സൈറ്റ്, ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യണം. ഇതാണ് അങ്ങനെ വെബ്സൈറ്റ് URL. പുള്ളിയുടെ വാട്സാപ്പ് നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് പുള്ളിക്ക് ഒരു മീറ്റിംഗ് ലിങ്കും കൂടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് അവർ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത്. പറഞ്ഞു. സ്ക്രീൻ കാണുന്നില്ല, സ്ക്രീൻ കാണുന്നില്ല. കാണുന്നില്ല. വിസിബിൾ ആണോ? ഓക്കെ. സോ ഞാനിപ്പോ എനിക്ക് ലീഡ് വന്നോ ഇല്ലയോ എന്ന് ഏറ്റവും ആദ്യം ഞാൻ നോക്കുന്നത് എന്റെ ഫോണിൽ ഔട്ട്ലുക്കിന്റെ മെയിൽ ഉണ്ട്. മെയിലിന്റെ അകത്ത് കയറിയതിനു ശേഷം ചെക്ക് ചെയ്യും ഞാൻ ആർക്കെങ്കിലും മെയിൽ അയച്ചിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇന്ന് ആർക്കെങ്കിലും ഓട്ടോമേറ്റഡ് ആയിട്ട് മെയിൽ പോയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. ദാറ്റ്സ് മൈ ലീഡ് ക്യാപ്ചറിംഗ് സിസ്റ്റം. ലീഡ് ക്യാപ്ചറിംഗ് സിസ്റ്റത്തിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് അവരുമായിട്ടുള്ള ഡിസ്കവറി കോളിൽ അവരുടെ ബിസിനസിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത്. അപ്പൊ അവർ ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസിനെ നമുക്കൊന്ന് റിസർച്ച് ചെയ്യണം. റിസർച്ച് ചെയ്തിട്ട് അവരുടെ സ്ട്രോങ് ഹോൾഡ് എന്താണെന്നും വീക്ക് പോയിന്റ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം അത് വെച്ചിട്ടായിരിക്കും ഞാൻ ഡിസ്കവറി കോളിന് കയറുന്നത്. ഡിസ്കവറി കോൾ കയറിയതിന് ശേഷം നെക്സ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കവറി കോൾ കംപ്ലീറ്റ് ആയി വിത്തിൻ 20 minutes അവർക്ക് ഒരു പ്രപ്പോസൽ, എഗ്രിമെന്റ് ആൻഡ് കോൺട്രാക്ട് നമ്മൾ അയച്ചു കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഫ്രീലാൻസിങ് വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് വേണ്ട ഒരിക്കലും നമുക്ക് മിസ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഫാക്ടർ, മിസ് ഔട്ട് ചെയ്യരുത്, ഒരു കാരണവശാലും ചെയ്യരുത് എന്നുള്ള ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, മിസ് ഔട്ട് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം നമ്മൾ അവർക്ക് എഗ്രിമെന്റും കോൺട്രാക്റ്റും അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഇറ്റ് ഹാസ് സോ മെനി ഗ്രേ ഏരിയാസ്. ഈ പറഞ്ഞ ഫ്രീലാൻസിങ്ങിലുണ്ടല്ലോ കുറെ അധികം ഗ്രേ ഏരിയാസ് ഉണ്ട് നമുക്ക്. ആ ഗ്രേ ഏരിയാസിനെ മാക്സിമം അവോയ്ഡ് ചെയ്യണമെന്നാണെങ്കിൽ ഇനിഷ്യലി നമ്മൾ അവരൊരു പ്രപ്പോസൽ അയച്ചു കൊടുക്കും. പ്രപ്പോസലിന്റെ അകത്ത് ബേസിക് പ്രൈസിങ് കാണും, അവരുടെ റിക്വയർമെന്റ് വെച്ചിട്ടുള്ള പ്രൈസിംഗ് ആണെന്നുള്ള ഒരു ബേസിക് നമ്മൾ എന്താ പറയാ, നമ്മളുടെ ഒരു ഡിസ്ക്ലൈമർ കാണും. ഓക്കെ, ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡിസ്കവറി കോൾ ആൻഡ് ദിസ് ഈസ് ദ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഡിസ്ക്ലൈമർ അതിന്റെ അകത്ത് കാണും. അവരത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പുറകെ വി വിൽ സെൻഡ് ദം ആൻ എഗ്രിമെന്റ്. അതിനുശേഷം അവർക്ക് ഒരു കോൺട്രാക്റ്റും കൂടെ അയച്ചു കൊടുക്കണം. ഇൻ ദ ഗിവൺ പീരീഡ് ഓഫ് ടൈം ഐ വിൽ കംപ്ലീറ്റ് ദീസ് മച്ച് വർക്ക്. ഇതിന് പുറത്ത് ഈ സ്കോപ്പ് ഓഫ് വർക്കിന് പുറത്ത് വരുന്ന എന്ത് വന്നു കഴിഞ്ഞാൽ ഐ വിൽ ചാർജ് എക്സ്ട്രാ. ആൻഡ് ടെർമിനേഷൻ ഉണ്ടാവാനായിട്ടുള്ള ക്ലോസ് ഇതൊക്കെയാണ്, മുന്നോട്ട് പോകാൻ പറ്റുന്ന ക്ലോസ് ഇതൊക്കെയാണെന്നുള്ള രീതിയിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ട് അവർക്ക് വാട്സാപ്പിൽ അയക്കുമല്ല, മെസ്സേജ് ചെയ്യുമല്ല ചെയ്യേണ്ടത്, അവർക്ക് ഇമെയിലിൽ ഈ സാധനം അയച്ചു കൊടുക്കണം. അതർവൈസ് ദർ ഇസ് ഗോണ ബി ആൻ ഇഷ്യൂ. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്നത് ടോട്ടൽ സ്ട്രേഞ്ചേഴ്സുമായിട്ടാണ്. ആ സ്ട്രേഞ്ചേഴ്സ് നമുക്ക് പണി തരുമോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. വി ആർ ഹോപ്പിംഗ് ദാറ്റ് എവറിത്തിങ് വിൽ ഗോ വെൽ. അങ്ങനെ തന്നെയാണ് മിക്കവാറും നടക്കാറുള്ളത്. എല്ലാവരും നമ്മളെ പറ്റിച്ചിട്ട് പോവുകയോ അല്ലെങ്കിൽ ലൈക്ക് അങ്ങനെയൊന്നും സംഭവിക്കാറില്ല. ബട്ട് ഓൾവേസ് നമ്മൾ എന്താ പറയാ, ഒരു ഇത് കീപ്പ് ചെയ്തേക്കുക. മീൻസ് നമ്മൾ ഓൺ ദ സേഫ് സൈഡ് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തിയേക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ പിന്നെ നെക്സ്റ്റ് എല്ലാവരും എന്നോട് വന്ന് ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്. പ്രപ്പോസൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എഗ്രിമെന്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, കോൺട്രാക്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ദർ ആർ ലോട്ട് ഓഫ് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. ഇപ്പോൾ പ്രപ്പോസൽ ഇപ്പോൾ വെബ് ഡിസൈൻ ആയിക്കോട്ടെ, കണ്ടന്റ് റൈറ്റിംഗ് ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് ആയിക്കോട്ടെ, ദർ ആർ സോ മെനി പ്ലാറ്റ്ഫോംസ്. പാൻഡാഡോഗ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉണ്ട്. അതൊരു ടെംപ്ലേറ്റ് ആണ്, ലൈക് പ്രപ്പോസൽ ടെംപ്ലേറ്റ് തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ടെംപ്ലേറ്റ് കിട്ടും. ആൻഡ് അത് കംപ്ലീറ്റ് വായിച്ച് നോക്കിയതിന് ശേഷം അതിനൊന്ന് റീഫ്രൈസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ എഗ്രിമെന്റും കോൺട്രാക്റ്റും ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ChatGPT ഉണ്ട്, അല്ലെങ്കിൽ ഗ്രോക്ക് ഉണ്ട്, പെർപ്ലെക്സിറ്റി ഉണ്ട്. ഇതുപോലുള്ള പ്ലാറ്റ്ഫോംസ് വെച്ചിട്ട് ഒരു എഗ്രിമെന്റിന്റെ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് ജസ്റ്റ് ബ്രാൻഡ്സിനെ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചാൽ ബ്രാൻഡ് നെയിമും ഡെലിവറബിലിറ്റീസും മാത്രം ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ചെയ്യാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് അധികം ടൈം സ്പെൻഡ് ചെയ്യരുത്. മീൻസ് ഇറ്റ്സ് മോർ ലൈക്ക് നമ്മുടെ കയ്യിൽ ഒരു ടെംപ്ലേറ്റഡ് വേർഷൻ ഫോർ ഓൾ ദ സർവീസസ് വിച്ച് യു ആർ പ്രൊവൈഡിങ്. അതിന്റെ ഒരു ടെംപ്ലേറ്റഡ് വേർഷൻ ഉണ്ടാക്കിയതിന് ശേഷം അത് അവർക്ക് വിത്തിൻ ദ നെക്സ്റ്റ് ലെറ്റ്സ് ഡിസ്കവറി കോൾ കഴിഞ്ഞ് വിത്തിൻ 1 hour ഒരു പ്രപ്പോസൽ അയക്കുക. അതിനുശേഷം അവർ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് 5 minutes എഗ്രിമെന്റും കോൺട്രാക്ട് ഇൻവോയ്സ് അവർക്ക് അയക്കണം. അടുത്ത 24 മണിക്കൂറിൽ അവരുടെ കാശ് വാങ്ങിച്ചെടുക്കണം, അഡ്വാൻസ് എമൗണ്ട് വാങ്ങിച്ചെടുക്കണം. അല്ലെങ്കിൽ അത് വർക്ക് ആവത്തില്ല, അല്ലെങ്കിൽ ആ ക്ലൈന്റ് പോകും, ഒരു കാരണവശാലും കിട്ടാൻ പോകില്ല. 24 hours മുകളിൽ ഒരാൾ ഞാൻ ടീമിനെ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ അടുത്ത് ചോദിച്ചിട്ട് പറയാം എന്ന് പറയുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 70% ചാൻസ് ദാറ്റ് അവർ പോകുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ കയ്യിൽ ഇത്രയും കാര്യങ്ങൾ റെഡി ആയിട്ട് ഇരിക്കണം. ആൻഡ് നമ്മൾ ഈ പറയുന്ന സംഭവങ്ങൾ ഓൺ ടൈം നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഫീലിംഗ് കിട്ടും, ഹി ഈസ് എ പ്രൊഫഷണൽ.
നമ്മൾ ഇതൊന്നും കൊടുത്തില്ല. നമ്മളിപ്പോ നമുക്ക് നാളെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ എന്ന് പറയുന്നതും ഇതുപോലെ പ്രപ്പോസൽ, അതിന്റെ പുറകെ എഗ്രിമെന്റ്, ഷൂട്ട്, ഇങ്ങനെ ഓരോന്നായിട്ട് ഷൂട്ട് ചെയ്യുന്നതും തമ്മിൽ ആനയും ആടിന്റെ വ്യത്യാസമുണ്ട്. അങ്ങനെ ഓരോന്ന് ഷൂട്ട് ചെയ്യുമ്പോഴേക്ക് അവർക്ക് ഒന്നാമത്തെ ട്രസ്റ്റ് ബിൽഡ് ആവുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് they will think he's a professional and more chances that he will refer you to some other client. ഒക്കെ നമുക്ക് ഫ്രീലാൻസിങ് ചെയ്യുമ്പോഴേ എപ്പോഴും ക്ലയന്റ് റെഫറലിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വർക്ക് വരുന്നത്. ഓഫ് കോഴ്സ് ലീഡ് അല്ലാതെ നമുക്ക് ജനറേറ്റ് ആകും. ദോസ് ആർ ലൈക്ക് ജാക്ക് പോട്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ബട്ട് എപ്പോഴും നമുക്ക് റെഫറൽസ് നിന്നായിരിക്കും കൂടുതൽ വർക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരാളായിട്ട് വർക്ക് ചെയ്തു, അയാളുടെ റെഫറലിൽ നിന്നായിരിക്കും കൂടുതൽ വർക്ക് വരാൻ പോകുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ദാറ്റ്. അപ്പോ അങ്ങനെ നമ്മൾ എന്താ പറയാ, ഒരു ക്ലയന്റിനെ കൊണ്ടുവന്നു, അവനെ ക്ലോസ് ചെയ്തു, അവൻ ഹാപ്പി ആയതിനു ശേഷം നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ വർക്ക് ഉണ്ടല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്റെ വെബ് ഡെവലപ്മെന്റ് ആണ് ഞാൻ ചെയ്യുന്നത്. വെബ് ഡെവലപ്മെന്റ് ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് വെബ് ഡെവലപ്മെന്റ് ആണ്. പ്രപ്പോസൽ ടെംപ്ലേറ്റ് വെബ്സൈറ്റ് ഒന്ന് കൂടി പറയാവോ? ദാറ്റ്സ് പാൻഡാഡോക്ക് എന്നാണ് ആ വെബ്സൈറ്റിന്റെ പേര്. പാൻഡാഡോക്ക് ഉണ്ട്. അതുപോലെയുള്ള പ്രപ്പോസൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അധികം വെബ്സൈറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് എഗ്രിമെന്റ്, കോൺട്രാക്ട് ഒക്കെ കിട്ടും. ആൻഡ് ഫീൽ ലൈക്ക് ഇറ്റ് അതുമായിട്ട് മുന്നോട്ട് പോകുക. അതുവഴി എന്താ പറയാ, ചാറ്റ് ജി പി ടി വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുക. നമ്മളുടെ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം, അത് ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിങ്ങളൊരു 2 hours ഇരുന്നാൽ മതി. പ്രോസസ്സിനെ പ്രൊഫഷണൽ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സർവീസിന് അറൗണ്ട് ഒരു 2 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന ആക്ടിവിറ്റി ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായില്ലേ? പ്രൈസ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ കയറിയിട്ടും ബാക്കിയുള്ള പിയറിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല, പിയറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് സംസാരിച്ചിട്ടും ഒക്കെയാണ് നമുക്ക് പ്രൈസിങ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് വരുന്നത്. പ്രപ്പോസൽ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. നെക്സ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, നമുക്ക് വെബ് ഡെവലപ്മെന്റ് ആണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്. എനിക്ക് ഒരു ഇക്കമേഴ്സ് പോർട്ടൽ ഈസ് വൺ ഓഫ് ദ ഹാർഡസ്റ്റ് വൺ. ലൈക്ക് കമ്പാരിറ്റീവ്ലി ഒരു ബ്രോഷർ വെബ്സൈറ്റ് ചെയ്യുന്നതിനും എന്തുകൊണ്ട് ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഇക്കമേഴ്സ് പോർട്ടലാണ്. ബട്ട് എന്റെ വർക്ക് ഫ്ലോ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ചാൽ എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വർക്ക് ഫ്ലോ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഈ പറയുന്ന എൻ ഗോളിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറെ അധികം സ്റ്റെപ്സ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വെബ് ഡെവലപ്മെന്റിനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യമേ ഞാൻ ഒരു പേജ് ഡിസൈൻ ചെയ്യാൻ പോകുമല്ലോ ചെയ്യുന്നത്. ആദ്യം പോയിട്ട് ഒരു വയർ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ വൺ ആഫ്റ്റർ അനദർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ. അങ്ങനെ ഒരു വർക്ക് ഫ്ലോയിലേക്ക് എത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതായത് നമ്മളിപ്പോ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ല, പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഈ പറയുന്ന പ്രോസസ്സിനെ ഈസിയർ ആക്കാൻ വേണ്ടിയിട്ട് യു ഷുഡ് കം അപ്പ് വിത്ത് എ പെർഫെക്റ്റ് വർക്ക് ഫ്ലോ. നമ്മൾ മറ്റേ ഇതിൻ്റെ അത് കണ്ടിട്ടില്ലേ, ഏതായിരുന്നു മൂവി അല്ലല്ലോ, വേൾഡിൽ ഏറ്റവും ഫാസ്റ്റ് മറ്റേ ഫോർമുല വണ്ണിന്റെ അകത്ത് പിച്ച് ചേഞ്ചസ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ. 1.5 സെക്കൻഡ്സിലാണ് നടക്കുന്നത്. 1.5 സെക്കൻഡ്സ് ആണ്, അത് മാക്സിമം 2 സെക്കൻഡ്സിലാണ് നടക്കുന്നത്. അത് ചെയ്യാനായിട്ട് 7-9 പേരേ ഉള്ളൂ. 9 പേരിൽ ഒരാൾ എക്സ്ട്രാ അവിടെ വേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അവർക്ക് ഒപ്റ്റിമം ആയിട്ട് 1.5 അല്ലെങ്കിൽ 2 സെക്കൻഡ്സിൽ അവരുടെ ടയേഴ്സ് 4 ചേഞ്ച് ചെയ്ത് അതിൻ്റെ അത് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു സർവീസിനെ മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്യാൻ നോക്കുക. ഞാൻ നേരത്തെ എക്കമേഴ്സ് പോർട്ടലിന്റെ കാര്യം പറഞ്ഞില്ലേ, ഐ ക്യാൻ ലിറ്ററലി മേക്ക് ആൻ എക്കമേഴ്സ് പോർട്ടൽ ഇൻ 5 hours. ഞാൻ ക്ലയന്റിന്റെ അടുത്ത് പറയുന്നത് 15 ദിവസമായിരിക്കും, എനിക്ക് 5 മണിക്കൂറിൽ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ബിക്കോസ് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു വർക്ക് ഫ്ലോ ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ട് അത് എനിക്ക് 5 മണിക്കൂറിൽ ചെയ്യാൻ പറ്റും. ഞാൻ എന്താ പറയാ, അതുകൊണ്ടാണ് ഇവന് ഇത്ര വിടം ചെയ്യുന്നതാണല്ലേ, ഇവന് അധികം കാശിന് കൊടുക്കണ്ട, അവന് എന്തൊക്കെയോ തട്ടിപ്പുണ്ട്, പരിപാടിയുണ്ട് എന്നൊന്നും കരുതണ്ട. ഇറ്റ്സ് മോർ ലൈക്ക് അതാണ് നമ്മൾ ഒരു ഫ്രീലാൻസിങ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ സീക്രട്ട് ഷുഡ് ബി ദാറ്റ്. എത്രയും പെട്ടെന്ന് തീർക്കാൻ പറ്റും. ഇന്നൊരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് തന്നെ ആദ്യം ഇന്നത്തെ ദിവസം തന്നെ ഫുള്ള് ചെയ്ത് തീർക്കുക. എന്നിട്ട് ബാക്കി 5 ദിവസം വെറുതെ ഇരിക്കുക, അല്ലെങ്കിൽ ബാക്കി 5 ദിവസം വേറെ ക്ലയന്റിനെ പിടിക്കാനായിട്ട് ഓടി നടക്കുക. ആ പറയുന്ന ആക്ടിവിറ്റി ചെയ്യാനായിട്ട് പറ്റും. ദർ ഇസ് എ പ്രോസസ് ഫോർ ദാറ്റ്. അപ്പോൾ മേഴ്സ്വിനൊക്കെ അറിയാം, ഞങ്ങള് അവിടെ ടീമിലുണ്ടായിരുന്ന 16 പേര്, ഐ ലവ് ദുബായിയുടെ ടീമിലുള്ള 16 പേർക്കും നമ്മൾ പേഴ്സണൽ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്തൊരു പ്രോസസ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സെയിം പ്രോസസ്സ് ഫോളോ ചെയ്യും. അത് ലൈക്ക് ഞാൻ ഫോളോ ചെയ്യുന്ന സെയിം പ്രോസസ്സ് തന്നെയാണ് അവർക്ക് പറഞ്ഞു കൊടുത്തത്. അത് വെച്ചിട്ട് ഇതിന് മുന്നേ വെബ്സൈറ്റ് ചെയ്യാത്ത കുറെ ആൾക്കാരുണ്ട്. അവർക്ക് ഇറ്റ് ടേക്ക് ലൈക്ക് 3 or 4 days ടു ക്രിയേറ്റ് ഇറ്റ്. 4 ദിവസം കൊണ്ട് അവർക്ക് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. എന്നുവെച്ചാൽ ആദ്യം എന്ത് സ്റ്റെപ്പാണ് വരേണ്ടത്, അതിനുശേഷം എന്താണ്. ഇറ്റ്സ് മോർ ലൈക്ക് ആഫ്റ്റർ ഡൂയിങ് ഇറ്റ് ഫോർ ലൈക്ക് 5 or 10 times ഇറ്റ്സ് മോർ ലൈക്ക് എ ക്ലോക്ക് വർക്ക്. നമ്മൾ കണ്ണും പൂട്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന ആക്ടിവിറ്റി ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ അതാകുമ്പോഴേക്ക് അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൻ്റെ അകത്ത് എക്സൽ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് പ്രിറ്റി മച്ച് ഇറ്റ്. ഇപ്പൊ തന്നെ നമുക്ക് 1.25 മണിക്കൂറായി. സോ എനിക്ക് ഇവിടെ വർക്ക് ഫ്ലോയുടെ കാര്യം വരെ പറയണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവിടെ വരെ പറഞ്ഞത്. നൗ ഇഫ് യു ഗൈസ് ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഓർ സച്ച് പ്ലീസ് ആസ്ക്. ദുബായിലെ എന്റെ ഒരു ആൽഫിക്കുന്നാണ്. ദുബായിൽ എന്ത് വിസയിലാണ് ഫ്രീലാൻസിങ് ചെയ്യുന്നത്? നമുക്ക് ലൈക്ക് അവിടെ ഞാനിപ്പോ
വർക്കിംഗ് വിസ വിത്ത് എൻ ഒ സി എടുത്തിട്ടുണ്ടോ? വർക്കിംഗ് വിസ വിത്ത് എൻ ഒ സി. അത് നമ്മളിപ്പോ ഇവിടെ ഫ്രീലാൻസേഴ്സ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ ഈ പറയുന്ന രീതിയിൽ വിസ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അവൻ ആയിട്ട് എനിക്ക് ഏതാണ്ട് 7,800 ദിറംസിന് സംതിങ് വിസ വിത്ത് എൻ ഒ സി, ഒരു കമ്പനിയിൽ ഉള്ള വിസയാണ്. അവരുടെ കയ്യിൽ നിന്ന് ഒരു എൻ ഒ സി പേപ്പർ കിട്ടിയിട്ടുണ്ട്, ഹി ക്യാൻ വർക്ക് എനിവെയർ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ എടുത്തത്. ഫ്രീലാൻസ് വിസ എന്നാണ് അതിന് പൊതുവെ പറയുന്നത്. ആൻഡ് ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് ഇങ്ങനെയുള്ള ആ വിസയ്ക്ക് വേണ്ടിയിട്ട് പോകുമ്പോഴേക്കും പണി കിട്ടാൻ നല്ല ചാൻസ് ഉള്ള വിസയാണ്. അതുകൊണ്ട് ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യു ട്രസ്റ്റ് ദാറ്റ് പേഴ്സൺ. ആരുമായിട്ടാണ് പോകുന്നതെങ്കിലും ട്രസ്റ്റബിൾ ആണെന്ന് ഉറപ്പ് വരുത്തണം. പോയതാ. ഓക്കെ താങ്ക് യു. യെസ്. anyone else? സുഷിൻ മൈക്ക് ഓൺ ആണല്ലോ. ഹലോ, നമുക്ക് ഈ ഫ്രീലാൻസ് വിസ എടുക്കുന്ന എത്ര കോസ്റ്റ് അവിടെ വരുമ്പോ? റഫ്ലി 8,000 ആണ്. 8,000 ദിറംസ് എന്തായാലും ആവും. ആവൂല. ടൈം പോലെ ഉണ്ടോ? അത് ഉണ്ടോ? എന്തായിരുന്നു? എത്ര ദിവസം നമുക്ക് ചെയ്തെടുക്കാൻ? ഏജൻസി എടുത്ത് പോകുന്നതാണ് നല്ലത്, അത് ഡയറക്റ്റ് ചെയ്യുന്നതാണ് നല്ലത്? ചിലപ്പോൾ ഏജൻസി വഴി പോകുന്നതായിരിക്കും ബെറ്റർ. ഏജൻസി വഴി പോകുന്നതായിരിക്കും ബെറ്റർ. ആൻഡ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്ന് ഫ്രീലാൻസേഴ്സ് ആദ്യമേ വിസിറ്റിൽ ഇവിടെ വന്നു. എനിക്ക് വന്നപ്പോഴേക്ക് ഇവിടെ ഒരു ജോബ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഹാരിസൺ കോ എന്ന് പറഞ്ഞൊരു അക്കാഡമിയിൽ ഞാൻ പഠിപ്പിക്കുകയായിരുന്നു. പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടൈമിന് കമ്പനിയിൽ നിന്ന് വിസ തരാമെന്ന് ആദ്യം പറഞ്ഞു. പിന്നെ തരില്ലെന്ന് പറഞ്ഞപ്പോഴേക്കാണ് ഞാൻ തീരുമാനമായിട്ട് ഓക്കെ, ഞാൻ എക്സിറ്റ് ചെയ്തിട്ട് നാട്ടിൽ പോയി ഇവിടെ നിന്ന് തന്നെ വിസ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് എക്സിറ്റ് ചെയ്ത് നാട്ടിൽ പോകാം. വിസ ശരിയായി കഴിയുമ്പോഴേക്കും തിരിച്ചു വരാമെന്ന രീതിയിൽ ഞാൻ എക്സിറ്റ് ചെയ്ത് നാട്ടിൽ പോയിട്ടാണ് എടുത്തത്. അങ്ങനെ എടുത്തതുകൊണ്ടാണ് എനിക്ക് 8,000 ദിറംസിന് കിട്ടിയത്. അല്ലെങ്കിൽ സംതിങ് 9,000 സംതിങ് ആവും. 20,000 രൂപ അവിടെ എന്റെ എക്സ്ട്രാ വരുമായിരുന്നു. അതുകൊണ്ട് നാട്ടിൽ പോയിട്ട് വിസ എടുത്ത് തിരിച്ചു വരുമായിരുന്നു. ആൻഡ് റഫ്ലി ഒരു 10-15 ഡേയ്സ് ടൈമിൽ ഓവറോൾ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായി. 15 ദിവസമാണെന്ന് തോന്നുന്നു. ഇപ്പൊ റീസെന്റ് ഫെബ്രുവരിയിൽ എടുത്തതേ ഉള്ളൂ. ഓക്കെ. ഞാൻ നെക്സ്റ്റ് മന്ത് വരാൻ വേണ്ടി നോക്കുന്നുണ്ട്. അത് ബേസിക് കമ്പനി രജിസ്ട്രേഷനെ കാര്യം പിള്ളേരെല്ലാം പറഞ്ഞ് ഫ്രീലാൻസ് പറ്റുമെന്ന് അതുകൊണ്ട് ചോദിച്ചാൽ. ഓക്കെ. പിന്നെ ഇവിടെ ഏതോ ഫ്രീ സോണിൽ, ഐ ബിലീവ് ഫ്രീ സോണിന്റെ നെയിം ഞാൻ മറന്നുപോയി, ഏതോ ഒരു ഫ്രീ സോണിൽ ഫ്രീലാൻസ് പെർമിറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. എന്ന് വെച്ചാൽ ഒരു ട്രേഡ് ലൈസൻസ് വെച്ചിട്ട് നമുക്കൊരു ലൈസൻസ്, അപ്പൊ അതാകുമ്പോഴേക്കും ഒരു ട്രേഡ് ലൈസൻസിന്റെ അകത്ത് വിസയും കിട്ടും. അത് ഏതാണ് ഫ്രീ സോൺ എന്നുള്ളത് മറന്നു, ഞാൻ നോക്കിയതിനു ശേഷം ഗ്രൂപ്പിലെല്ലാം ഷെയർ ചെയ്യാം. കഴിഞ്ഞ ദിവസം കണ്ടിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇൻവെസ്റ്റർ വിസയാണ് നമുക്ക് കിട്ടുന്നത്. റഫ്ലി ഈ പറയുന്ന എമൗണ്ട് തന്നെ 8,000 to 12,000 ദിറംസ് സംതിങ് നമുക്ക് എന്തായാലും കോസ്റ്റ് വരും അങ്ങനെ എടുക്കുവാണെന്നുണ്ടെങ്കിൽ. സോ അങ്ങനെയുള്ള ടൈമിൽ മേക്ക് ഷുവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ വന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന് എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക, ഓപ്പർച്യൂണിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. പറ്റുമെങ്കിൽ 1-2 ക്ലയൻസിനെ പിടിക്കുക, ഒരു റിക്കറിംഗ് റവന്യൂ ജനറേറ്റ് ചെയ്തെടുക്കുക. ആൻഡ് വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്കും ഐ ഓൾറെഡി ഹാഡ് വൺ ജോബ് ബാക്ക് ഇൻ കേരള. ഓക്കെ, ഞാനപ്പോ കൺസൾട്ടന്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യായിരുന്നു. ഒരു US ബേസ്ഡ് കമ്പനിയാണ്, ബട്ട് US അഡ്രസ് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പൊ അവരുടെ ക്ലയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ UAE എന്നുള്ളവരുണ്ട്, UK എന്നുള്ളവരുണ്ട്, US എന്നുള്ളവരുണ്ട്, അങ്ങനെ പല ക്ലയൻസ്, ഇന്ത്യൻ ക്ലയൻസിന്റെ ആരുമില്ല അവർക്ക്. അപ്പോൾ അവരുടെ വെബ് ഡെവലപ്മെന്റ് കൺസൾട്ടന്റ് ആയിട്ടാണ് ഞാൻ അവിടെ നിന്നിരുന്നത്. അപ്പൊ ഐ മേഡ് ഷുവർ ദാറ്റ് എനിക്ക് അവിടെ നിന്നോണ്ട് വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോൾ എനിക്ക് 50,000 വെച്ചിട്ട് മന്ത്ലി സാലറി ഉണ്ടായിരുന്നു. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ദിവസമായിരുന്നു എനിക്ക് അവിടെ വർക്കിന് പോകേണ്ടിയിരുന്നത്. കൊച്ചിയിലുള്ള ഓഫീസിൽ 10 ഡേയ്സ് വർക്കിന് പോകണം ആയിരുന്നു. അപ്പൊ ഞാൻ ഇതിന്റെ ഓണറിനോട് പറഞ്ഞു എനിക്ക് ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് ആൻഡ് ഐ വുഡ് റിയലി ലവ് ടു ഗോ ടു ദുബായ്. അപ്പോൾ ഇവിടുന്ന് എനിക്ക് ഇറങ്ങാണ്ട് തന്നെ പോകാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ പുള്ളി പറഞ്ഞു സാലറി ഒന്ന് റെഡ്യൂസ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. എന്നിട്ട് വർക്ക് അവേഴ്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം, സാലറി ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് യു ക്യാൻ ഗോ ആൻഡ് വർക്ക് ദെയർ എന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞപ്പോഴേ എനിക്ക് 50 എന്നുള്ളത് 35,000 പാക്കേജ് ആക്കി തന്നു. ആ 35,000 പാക്കേജിന് ഞാൻ ഇവരുടെ സർവീസസ് പറഞ്ഞ ടൈമിന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതായിരുന്നു അവർ വെച്ചിരുന്നത്. അപ്പോൾ ആ എമൗണ്ട് കൊണ്ട് എനിക്ക് എന്റെ നാട്ടിലെ എക്സ്പെൻസസ് കവർ ചെയ്യാൻ പറ്റി. വീട്ടുകാരുടെ എന്താ പറയാ, വീട്ടുകാർ ഇവിടെ വന്നതിന് ശേഷം പിന്നെ വീട്ടിൽ ഒന്നുമില്ല ഇവിടെ ഒന്നുമില്ലാത്ത അവസ്ഥ വരരുതല്ലോ. സോ അത് കവർ ചെയ്യാൻ പറ്റി. അങ്ങനെ സേഫ് ആയിട്ട് പോകുവാണ്, അങ്ങനെ ഒരു പ്ലാൻ ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ വർക്ക് വെൽ. ഇപ്പോഴും ലൈക്ക് എനിക്ക് നാട്ടിലോട്ട് ക്യാഷ് അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, വീട്ടിലെ എക്സ്പെൻസ് നടന്നു പൊക്കോളും. എനിക്ക് ഇവിടെ സർവൈവ് ചെയ്യാനായിട്ടുള്ള ഒരു എമൗണ്ട് മാത്രം കണ്ടുപിടിച്ചാൽ സമാധാനമാണ്. ഓക്കെ. എനിത്തിങ് എൽസ്? ഹായ് ബേസിൽ. ഹായ്. എൻ്റെ പേര് ജാക്സൺ ആണ്. ഞാൻ ഇവിടെ ഒരു ഫ്രീലാൻസ് മീഡിയ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നതായിരുന്നു അബുദാബിയിൽ. ഇപ്പം വർക്ക് ചെയ്യുന്നു. സോ എനിക്ക് കാര്യം ചോദിക്കാനുണ്ട്, ലൈക്ക് നമ്മുടെ ഈ വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ചെയ്യാൻ നേരം എന്താണ് മൈൽ സ്റ്റോൺസ് നമ്മൾ ക്ലയന്റിനോട് ഷെയർ ചെയ്യുന്നത്, പ്ലസ് പേയ്മെന്റ് എങ്ങനെയാണ് എടുക്കുന്നത്? ലൈക്ക് 50% ആണോ, 50-70-30% അങ്ങനെ വല്ല ബ്രേക്ക് ഡൗൺ ആണോ, എങ്ങനെയാണ് ബേസിൽ അത്
ലൈക്ക് ചെയ്യുന്നത് ഞാൻ ബ്രേക്ക് ഡൗൺ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇറ്റ്സ് ബേസിക്കലി ഡിപ്പെൻഡ് ഓൺ ഹൗ ഏർലി ഐ നീഡ് ദ മണി എന്നുള്ള ആ ഒരു ഫാക്ടർ വരുന്നുണ്ട്. അത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു സിസ്റ്റം പോലെ ഫോളോ ചെയ്യുന്ന റോബോട്ടിനെ പോലെ ഫോളോ ചെയ്യുമല്ല. ഇഫ് ഐ നീഡഡ് ദ മണി ഏർലിയോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അറ്റ് ദാറ്റ് മൊമെന്റ് ഓഫ് ടൈം ഈ ക്ലയന്റ് ക്ലോസ് ആവുന്ന സമയത്ത് ഇഫ് ഐ നീഡഡ് സം മണി ഏർലിയോ ഞാനൊരു 60% വരെയൊക്കെ ക്ലയന്റിനെ നിന്ന് വാങ്ങാറുണ്ട്. അല്ലാത്ത സിനേറിയോയിൽ ഞാൻ എപ്പോഴും ചെയ്യുന്നത് 35% എമൗണ്ട് മാത്രമേ ക്ലയന്റിനെ നിന്ന് വാങ്ങത്തുള്ളൂ. 35% വരെ വാങ്ങത്തുള്ളൂ. ബിക്കോസ് വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു ജങ്ക് എമൗണ്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാം. ഇപ്പോൾ ലെറ്റ്സ് എനിക്കൊരു ലീഡ് ആഡ് റൺ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ടൂൾസ് പർച്ചേസ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നത് ജങ്ക് ഓഫ് ദ എമൗണ്ട് വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം വാങ്ങത്തുള്ളൂ. 35% ആയിരിക്കും ഇനിഷ്യലി വാങ്ങുന്നത്. ആൻഡ് ദാറ്റ് 35% ഷുഡ് ബി ഇനഫ് ഫോർ മീ. ലൈക്ക് ഈ പറയുന്ന വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ ആ ക്ലയന്റ് ഇട്ടിട്ട് പോയി കഴിഞ്ഞാലും നമ്മൾ എഗ്രിമെന്റ് അയക്കുമ്പോഴേക്കും അതിന്റെ അകത്ത് നമ്മൾ പറയുമല്ലോ നോൺ റീഫണ്ടബിൾ എമൗണ്ട് ആണ് ആദ്യം വാങ്ങുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു ക്ലയന്റ് ഇട്ടിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും എനിക്ക് നഷ്ടം ഉണ്ടാകാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു എമൗണ്ട് വാങ്ങുന്നത്. ആ ഒരു 35 എന്നുള്ള 50 പോയിന്റ് മാർക്ക് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്കും ലൈക്ക് വി ഡോണ്ട് നോ ഹൗ ഇറ്റ് വിൽ ഗോ അറ്റ് എൻഡ് ഓഫ് ദ ഡേ എങ്ങനെ വരും. ചിലപ്പോൾ നമ്മളുടെ സ്വഭാവം അവർക്ക് ടോക്സിക് ആവുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം നമുക്ക് ടോക്സിക് ആയിട്ട് നമ്മൾ ഇട്ട് പോകുന്നതായിരിക്കാം. അങ്ങനെ സിനേറിയോസ് ഉണ്ടാകാം. അതുകൊണ്ട് ഓൾവേസ് ട്രൈ ടു കീപ് ലൈക്ക് 35% ഇനിഷ്യലി വാങ്ങിച്ചതിന് ശേഷം ബാക്കിയുള്ള 65 ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് വർക്ക് വാങ്ങുന്നതായിരിക്കും ബെറ്റർ. ദാറ്റ് വർക്ക് ഫോർ മീ. അതുകൊണ്ട് താങ്ക് യു. നെക്സ്റ്റ് എന്താണ് എനിക്കൊന്നും പറയാനൊന്നുമില്ലേ? ആ ഹായ് ആരോ സംസാരിക്കാൻ ഹായ് തുടങ്ങിയിരുന്നു, ബിജു. ലൈനിലുണ്ടെങ്കിൽ ആ കണ്ടിന്യൂ ചെയ്യാം. ഹായ് സൈനം. ഹായ്. അപ്പോൾ ഇപ്പൊ ഇന്ന് പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര ഹൈലൈറ്റഡ് ആയി തോന്നിയ ആ വർക്ക് ഫ്ലോയുടെ ഒരു സെക്ഷനാണ്. അപ്പോൾ ഞാനും ആ ഒരു സ്റ്റേജിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളൊരു ഡൊമൈൻ അതൊക്കെ എടുക്കേണ്ടതുണ്ടോ, അതോ സ്റ്റാർട്ടിങ് നമ്മളൊരു പേഴ്സണൽ മെയിൽ വെച്ചിട്ട് തന്നെ ഫ്രണ്ടിലേക്ക് പോകണോ, അതോ ഒരു ക്ലയൻസ് നമുക്ക് ഇങ്ങനെ ഓൺലൈൻ മനസ്സിലായതിന്റെ ലൈക്ക് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് നമ്മളുടെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് അല്ല നമ്മളിപ്പോ അതോ പറഞ്ഞല്ലോ ക്ലയന്റിന് വേണ്ടി? ഓട്ടോമേഷൻസും ക്ലയന്റ് നമ്മളിപ്പം നമുക്കൊരു റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാല് ആ ഒരു ഓട്ടോമേഷൻ പ്രോസസ്സും ഒക്കെ ഇല്ലേ, അത് ഫ്രം ദ ബിഗിനിങ് നമുക്ക് ഫ്രം ദ സ്റ്റാർട്ട് തന്നെ അത് വെക്കണോ, അതോ ഒരു കുറച്ചൊന്ന് റൺ ചെയ്തിട്ടാണോ? അത് എപ്പോഴാണ് പ്ലസ് കൺവീനിയന്റ് ആയിട്ട് തോന്നുന്നത് അപ്പോൾ വെക്കുന്നതായിരിക്കും ബെറ്റർ. ലൈക്ക് അതിന് ഇന്ന ടൈം എന്നൊന്നുമില്ല. ഏർലിയർ ദ ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അതുപോലെ ഒരു സിസ്റ്റം ഇപ്പോൾ ചിലപ്പോൾ ലെറ്റ്സ് വാട്സാപ്പിൽ വരുന്ന മെസ്സേജസിന് ന്യൂ കസ്റ്റമർ എന്ന് പറഞ്ഞ ലേബൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കാം നമ്മുടെ സിസ്റ്റം. ആ സംഭവം ലേബൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അത് കൊടുക്കുന്നതായിരിക്കാം നമ്മുടെ സിസ്റ്റം. അല്ലെങ്കിൽ ഇതിൽ വരുന്ന സാധനത്തിന് നമ്മളുടെ ഏതെങ്കിലും ഒരു നോട്ട് പാഡിലോട്ട് എഴുതി വെക്കുന്നതായിരിക്കാം നമ്മുടെ സിസ്റ്റം. ഓക്കെ, അത് എപ്പോഴും ഒരു കാര്യമേ ചെയ്യാം. മീൻസ് ഇതിനെ ഞാൻ ഈ പറയുന്ന സോ കോൾഡ് ലീഡ് ക്യാപ്ചറിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന മുന്നേ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെനെവർ ഐ ഗെറ്റ് എ ലീഡ് ഐ യൂസ് ടു ഗെറ്റ് മോസ്റ്റ് ഓഫ് ദ ലീഡ് ഫ്രം വാട്സ്ആപ്പ് ഗ്രൂപ്പ്. അതായത് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ആൻസർ ചെയ്യായിരുന്നു, റിഗാർഡ്ലെസ് ഓഫ് അവർ എന്ത് ടൈപ്പ് ഓഫ് ഇതാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഗാർഡ്ലെസ് ഓഫ് ദ ടൈപ്പ് ഓഫ് വർക്ക് അല്ലെങ്കിൽ അതിന്റെ നേച്ചർ ഒന്നും നോക്കാണ്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക, അങ്ങനെ ചെയ്ത് നോക്ക്, ഈ വീഡിയോ കണ്ടു നോക്ക്, ഇതായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്തെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ എനിക്ക് മോസ്റ്റ് ഓഫ് ദ വർക്ക് വന്നുകൊണ്ടിരുന്നത് ഇതുപോലെയുള്ള വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. എനിക്ക് വേർഡ്പ്രസ് കേരള, നമ്മുടെ ലിങ്ക്ഡിൻ, UA, പിന്നെ വേറെ ഡിജിറ്റൽ വൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അതിൻ്റെ അകത്തൊക്കെ ഇതുപോലെ ആൻസർ ചെയ്യുമ്പോഴേക്കും ഓരോരുത്തരും നമുക്ക് മെസ്സേജ് അയക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് റിക്വയർമെന്റ് ചോദിക്കുമ്പോഴേക്കും ഓരോരുത്തരും നമുക്ക് മെസ്സേജ് അയക്കുന്ന. അപ്പോൾ മെസ്സേജ് അയക്കുന്ന ആ ഒരു പോയിന്റിൽ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ നമ്പർ നേരെ എടുത്തിട്ട് എനിക്ക് തന്നെ ആ ആളുടെ നമ്പറും പേരും എന്ത് ബിസിനസ് ആണെന്നുള്ളത് ഞാൻ എനിക്ക് തന്നെ അയച്ചിടുമായിരുന്നു ചെയ്യുന്നത്. നമുക്ക് മെസ്സേജ് യുവർ സെൽഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ, അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് ഓവർവെൽം ആയപ്പോഴാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക. പിന്നെ വന്നിട്ടാണ് ഇതുപോലെ ന്യൂ കസ്റ്റമർ, ന്യൂ ലീഡ് എന്നുള്ള രീതിയിൽ ലേബൽ ചെയ്തിടാൻ തുടങ്ങിയത്. അതിനുശേഷം പിന്നെ ചെയ്യുമായിരുന്നു, ചില ആൾക്കാർ ഔട്ട് ഓഫ് നോവെയർ കോൾ വരുമ്പോഴേക്കും ഞാൻ അവരുടെ നെയിം സേവ് ചെയ്യും, ദിസ് പെർട്ടിക്കുലർ ഗൈ കോൾഡ് ലീഡ് അല്ലെങ്കിൽ വാം ലീഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സേവ് ചെയ്തിടുമായിരുന്നു. ദാറ്റ് വാസ് വാട്സ്ആപ്പ് വാസ് മൈ ബേസിക് CRM ഇനിഷ്യലി. സോ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഞാൻ നെറ്റ്വർക്കിംഗ് ഇവന്റ്സിനും ബിസിനസ് ഇവന്റ്സിനൊക്കെ പോകുമായിരുന്നു. പോയപ്പോഴേക്കും ഈ നെറ്റ്വർക്കിംഗ് ഇവന്റ്സിന് പോയി കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര സെയിൽസ് ആയിരിക്കും, നമ്മൾ സെയിൽസ് ആയിരിക്കും, നമ്മൾ മാക്സിമം സെയിൽസ് ആയിട്ടായിരിക്കും സംസാരിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഒരു സർവീസ് കൊടുക്കുക, ഇത് കൊടുക്കുക, ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യുവർ ബിസിനസ് വിൽ ബി ഓൺ നെക്സ്റ്റ് ലെവൽ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ പറയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ പമ്പപ്പ് ആയിട്ടിരിക്കുന്ന ഒരു ടൈമായിരിക്കും നെറ്റ്വർക്കിംഗ് ഇവന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിന് വരുമ്പോഴേക്കും ഉണ്ടല്ലോ ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് കാർഡ് വാങ്ങും. എല്ലാവരും കാർഡ് നമുക്ക് വരും, അവരുടെ പ്രോഡക്റ്റ് സെല് ചെയ്യുന്നതുകൊണ്ട് അവരെല്ലാവരും കാർഡ് വരും. അപ്പൊ ഇവരെയൊക്കെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ഇവന്റിനും പോകുന്ന ഓരോ നെറ്റ്വർക്കിംഗ് ഇവന്റിനും ഓരോ നെയിം വെക്കും.
ഇപ്പോൾ സ്പീഡ് ബിസിനസ് നെറ്റ്വർക്കിംഗ് ഇവന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡേറ്റാ സയൻസ് ആൻഡ് എ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ആളുടെ നെയിം, ഫസ്റ്റ് നെയിം സ്പീഡ് ആണെങ്കിൽ സ്പീഡ് കൊടുക്കുക, സ്പീഡ് ബിസിനസ് നെറ്റ്വർക്കിംഗ് ഇവന്റ് ആണെങ്കിൽ സ്പീഡ് മാത്രം കൊടുക്കും, സ്പീഡ് UI എന്ന് പറഞ്ഞു കൊടുക്കും. അതേസമയം ഇപ്പോൾ വേറെ ഒരെണ്ണം ഡേറ്റാ സയൻസ് ഉണ്ടെന്നാണെങ്കിൽ ആളുടെ നെയിം DSI എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അങ്ങനെ പറഞ്ഞിട്ട് ഓരോ ഐഡന്റിഫയേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കും. സോ ദാറ്റ് ഇൻ ദ ഫ്യൂച്ചർ എനിക്ക് ഇങ്ങനെ വന്നിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് വർക്ക് ചോദിക്കണമെന്നാണെങ്കിൽ ഞാൻ ജസ്റ്റ് സ്പീഡ് എന്ന് മാത്രം സെർച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ DSI എന്ന് മാത്രം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിസ്റ്റിലുള്ള എല്ലാ കോൺടാക്ട്സും കിട്ടും, അപ്പോൾ ആളുടെ പേര് കിട്ടും. അങ്ങനെ ചെയ്യുമായിരുന്നു. ദോസ് ആർ ദ മെത്തേഡ്സ്. മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. ആരെങ്കിലും ഉണ്ടോ ഇനി? ഇപ്പോ UAE 9:30 മണിയായി, നാട്ടില് 11 മണിയായി. ഇതൊരു വാസ്റ്റ് ഫീൽഡും കൂടിയാണ്. നമ്മുടെ ഒരു ഫസ്റ്റ് ഫേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് പാർട്ട് 2 വെക്കാം ഫൈസൽ ഇതിന് മറ്റൊരു അവസരത്തിൽ. അതെ അതെ. ആരെങ്കിലും ഉണ്ടോ ഇനി? എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ലാസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഒരു കോഫി ചാറ്റ് സെറ്റപ്പ് ചെയ്യാനുണ്ട്. കോഫി ചാറ്റോ എന്തുവാണ്? 5 BCD 14 എന്താ ഉദ്ദേശിച്ചത്? ഇപ്പൊ ചായ കുടിക്കാൻ തോന്നുന്നു. ഓക്കെ. അപ്പോൾ ജാഫർക്ക് ഡ്രൈവിംഗ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് വൈൻഡപ്പിലേക്ക് പോകാൻ തോന്നുന്നു. മറ്റാർക്കും ഡൗട്ട്സ് ഇല്ലെങ്കിൽ സ്റ്റേ കണക്റ്റഡ്. ഈ പറഞ്ഞ പോലെ എൻ്റെ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരാൻ ഇത്ര ഓപ്പണപ്പായിട്ട് സംസാരിക്കുന്ന ഒരാളെ കിട്ടുന്നത് തന്നെ നമുക്ക് റെയറാണ്. പലരും കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റ് കുറഞ്ഞു വരുന്ന ടൈമാണ്. കാരണം അവരെല്ലാം ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് നോക്കുമ്പോൾ ഒരുപാട് പേര് വരുന്നു എന്നൊരു മിസ്കൺസെപ്ഷൻ എടുക്കുന്ന ആൾക്കാരാണ്. സോ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്ത് ആ ലാസ്റ്റ് മിനിറ്റിൽ PPT ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്ത് നമുക്ക് വേണ്ടി ഇത്രയും ടൈം സ്പെൻഡ് ചെയ്ത് തന്നതിന് ഒരുപാട് താങ്ക്സ്. ആൻഡ് മൊറവോ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ കൂടിയാണെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. മറ്റാർക്കും ഡൗട്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പിലേക്ക് പോവാം. ഹീസ് ദേ ആൾവേസ് എന്ന് വിശ്വസിക്കാം നമുക്ക്. സോ വൈൻഡപ്പിലേക്ക് പോവാം. അതെ അതെ. ബ്രൈസില് നമ്മുടെ UAE ചാപ്റ്റർ ഗ്രൂപ്പിൽ വളരെ സജീവമാണ്, എല്ലാത്തിനും വളരെ സപ്പോർട്ടീവ് ആണ്. അപ്പോൾ എനി ടൈം ആർക്ക് വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ പേഴ്സണലി അറിയിക്കുകയൊക്കെ ചെയ്യാം. എന്നാലും ഒരുപാട് പേര് ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. നല്ല പാർട്ടിസിപ്പേഷൻ ആയിരുന്നു, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ നാട്ടിലുള്ള ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ട്, അതിൽ വളരെ സന്തോഷം. പിന്നെ UAE ഉള്ളവരുണ്ട്. പിന്നെ ഇതിന് നമ്മളെ ഈ ഒരു സെഷൻ എല്ലാവരും ഇങ്ങോട്ട് താല്പര്യം കാണിച്ചിട്ടാണ് വരുന്നത്. ഇപ്പോൾ ബേസിലും അതുപോലെ തന്നെ ജാഫർക്ക ഞാനിതിൽ സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മളിൽ വന്നതാണ്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ബേസിൽ. അതുപോലെ തന്നെ പങ്കെടുത്ത എല്ലാവർക്കും UAE ചാപ്റ്ററിന്റെ പേരിലും ലിങ്ക്ഡിൻ കമ്മ്യൂണിറ്റിയുടെ പേരിലും ഒക്കെ നന്ദി അറിയിക്കുന്നു. അടുത്ത നമ്മുടെ സെഷൻ 5 നമുക്ക് ഉടനെ ഉണ്ടാവും. ഇതേ പാർട്ടിസിപ്പേഷനും ഇതൊക്കെ എല്ലാവരും ഉറപ്പുവരുത്തുക. താങ്ക് യു സോ മച്ച് ആൻഡ് വെരി ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു.